നമ്മളെല്ലാവരും ഇന്നായിരിക്കുന്നത് മൻ മാറ്റേഴ്സിലാണ്. മൻ മാറ്റേഴ്സ് എന്ന് പറയുന്നത് എംഹാറ്റിന്റെ, അതായത് മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റ്, കോഴിക്കോട് ചാലപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് എംഹാറ്റ്. എംഹാറ്റിന്റെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് മൻ മാറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ ലാലി അലക്സാണ്ടർ ആണ്. ഷീ ഈസ് എ സീനിയർ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഇൻ ട്രിവാൻഡ്രം. എപ്പിലെപ്സി ആൻഡ് ദ മൈൻഡ് എന്ന ടോപ്പിക്കിലാണ് മാം നമുക്ക് ക്ലാസ് എടുത്തു തരുന്നത്. A hearty welcome to you, ma'am. Thank you. Can you see me? നമ്മൾ ഇന്ന് yes ma'am. Okay. Okay. നമ്മൾ ഇന്ന് മൻ മാറ്റേഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് സൂം പ്ലാറ്റ്ഫോമിലാണ്. അതുകൊണ്ട് തന്നെ there are certain things that we should keep in mind. നമ്മളൊരു 1 hour സെഷൻ ആണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് 40 minutes എന്ന് പറയുന്നത് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഒരു ലിസണിങ് സെഷൻ ആണ്. അതിനുശേഷമുള്ള 15 to 20 minutes ആണ് നമുക്ക് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയി വരുന്നത്. യു കെൻ ക്ലിയർ ഓൾ യുവർ ക്വയറീസ് റിലേറ്റഡ് ടു ദ ടോപ്പിക് ഡ്യൂറിംഗ് ദിസ് ടൈം. ഡ്യൂറിംഗ് ദ ലിസണിങ് സെഷൻ എല്ലാവരും വീഡിയോ ആൻഡ് മൈക്രോഫോൺസ് ഓഫ് ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടെങ്കിലോ സജസ്റ്റ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ദ ചാറ്റ് ബോക്സ് ഇസ് ഓൾവേസ് ഓപ്പൺ. You can type the message over there. If you want to know anything about MHAT, എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡിംഗ് ഇമെയിൽ ID, വെബ്സൈറ്റ്, ഫോൺ നമ്പർ എല്ലാം നമ്മൾ ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ഓവർ ദെയർ. എംഹാറ്റിനെ കുറിച്ച് അറിയാത്തവർക്കായി ഞാൻ ബ്രീഫ്ലി ഒന്ന് എംഹാറ്റിനെ കുറിച്ച് പറയാം. കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് എംഹാറ്റ്. കേരളത്തിന്റെ 8 ജില്ലകളിലായി 4000-ഓളം പേഷ്യൻസിനെ എംഹാറ്റ് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളെ കമ്മ്യൂണിറ്റിയുടെയും അതുപോലെ തന്നെ എക്കണോമിക് സ്ക്രീനിങ്ങിന്റെയും എല്ലാം സഹായത്തോടെ കണ്ടെത്തി അവർക്ക് കോംപ്രിഹെൻസീവായി മെന്റൽ ഹെൽത്ത് കെയർ കൊടുക്കുകയാണ് എംഹാറ്റ് ചെയ്യുന്നത്. ചാരിറ്റബിൾ ആയി റൺ ചെയ്യുന്ന ഒരു ട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനി കൈൻഡ് ഓഫ് കോൺട്രിബ്യൂഷൻസ് ആൻഡ് വോളണ്ടിയറിസം ആർ ഹൈലി പ്രൊമോട്ടഡ് ബൈ എംഹാറ്റ്. So if anybody is interested, please keep in touch with us with the help of the details that is provided in the chat box. Once again, I'm repeating, നമ്മളോടൊപ്പം ഇന്ന് മൻ മാറ്റേഴ്സിലുള്ളത് ഡോക്ടർ ലാലി അലക്സാണ്ടർ ആണ്. എപ്പിലെപ്സി ആൻഡ് ദ മൈൻഡ് എന്ന ടോപ്പിക്കിലാണ് ഇന്നത്തെ മൻ മാറ്റേഴ്സ് നടക്കുന്നത്. മാഡത്തിനെ കുറിച്ച് പറയുമ്പം ഷീ ഹാസ് ഡൺ ഹർ MD in General Medicine from Government Medical College at Bangalore. She has done her DM in Neurology from the Sri Chitra Tirunal Institute of Medical Sciences and Technology. She was working in Abu Dhabi as specialist neurologist for 4 years, and she's currently working at a private sector in Trivandrum. Her main area of interest is in cognitive neurology and dealing with patients with Alzheimer's and other dementias. Okay, നമുക്ക് അധികം വൈകിക്കാതെ തന്നെ നമ്മുടെ സെഷനിലേക്ക് കടക്കാം. We all are excited to spend this 1 hour with you, ma'am. Over to you. Thank you. Okay, is somebody sharing my screen? Just a clarification. I was in Trivandrum in the private sector. After my DM in 1998 in Sri Chitra, and it is only in the last 4 years that I had been to Abu Dhabi, and just before the lockdown I came back. So now I'm again joined the private sector here in Toronto. So I have a 22-year experience in neurology, clinical neurology. That's all. But can you share my slides, please? മാം ഇപ്പൊ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. മാം ദിൽന എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ഇപ്പൊ തന്നെ ഷെയർ ആവുന്നതായിരിക്കും. ദിൽനെ ഒന്നും കൂടെ ഹോസ്റ്റ് ആക്കാൻ സാധിക്കുമോ? Sajan? Yes, Fatma. Yes, Fatma. Can you hear me? Yeah. Can you make Dilna the co-host, please? Just a second. Yeah.
Bilda, right? Bilda needs to be made the co-host, right? She has been made the co-host. Bilna, okay. I'm able to see a Bilda, but I'm not able to see a Bilna. I think it's Aisha Dilna, Fatima Dilna. Fatima Dilna. The full name is Fatima Dilna. All right, all right. Done. Thank you. Thank you. Dilna visible ആണ് ഒന്നുകൂടെ ചെയ്യാമോ? Can you make it in full screen so that you can read it? Ma'am, why don't you start, ma'am? Okay, can you show my first slide, please? So today I chose this topic on epilepsy and the mind because I thought Mind Matters, and in this platform, it would be
an appropriate topic because I, as a neurologist, we can link the two subjects, that is epilepsy in the psychiatric illnesses together. Because in the psychiatric ward, we find that epidemiological data, can I have my first slide? Can you make it full screen so that I can read? Okay. No, the first slide before that. Yeah. Epidemiological data shows that there's an increased risk of psychiatric comorbidities among epileptic patients as compared to the non-epileptic patients. And the most established association between epilepsy is depression and post-ictal psychosis. So very often we find it sometimes difficult and to diagnose and to treat in these cases. We don't know whether it's part of the neurological disorder or it's part of the psychiatric disorder. And many a time we need this multidisciplinary teamwork in order to identify and treat these patients. Psychiatric comorbidities also has a serious impact on the quality of life and the social well-being of patients with epilepsy. So it's quite common, it can be quite high. I shall be coming to the statistics later. Next slide, please. More than 75% have their first seizure before 18 years, and 12 to 20% have a familial tendency for epilepsy. It is seen that epilepsy affects about 20 to 40 million people worldwide and has a prevalence for at least 0.63% and an annual incidence of approximately 0.05%. It's small in number, but still if you take the overall population, it is as high as 20 to 40 million worldwide. The overall incidence is high in the first year of life and drops to a minimum to the third and the fourth decade. So we find that initial part of life, we have a high incidence of epilepsy. And then there's the new onset epilepsies and all are much less in 30 to 40, 50 years of age. And then again, there is an increase in the later life. And this is called a bimodal distribution because it depends on the etiology or the cause. ഈ കാരണം അനുസരിച്ചിരിക്കും ഈ ചെറുപ്പത്തിൽ ദാറ്റ് ഇസ് ഒരു വയസ്സ് തൊട്ട് ഒരു 5 or 10 വയസ്സ് തൊട്ട് മോർ ഓഫ് ഒരു ജനറ്റിക് ടെൻഡൻസി അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റൽ പ്രോബ്ലം കൊണ്ട് ഒരു എപ്പിലെപ്സി അല്ലെങ്കിൽ ഒരു ഹെറിഡിറ്ററി or familial അല്ലെങ്കിൽ it can also be neonatal എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 40 ദിവസം ഒരു കുഞ്ഞിന്റെ ജന്മത്തിൽ തന്നെ ചിലപ്പം ഈ ഗ്ലൂക്കോസ് ചെല്ലുന്നില്ലായിരിക്കും അല്ലെങ്കിൽ കാൽഷ്യം നമ്മളുടെ മഗ്നീഷ്യം സോ മെറ്റബോളിക് അതൊക്കെ ആയിരിക്കും. അപ്പൊ ഒത്തിരി എപ്പിലെപ്സി നമ്മൾ ആദ്യം കാലം കാണുന്നുണ്ട് ഒരാളുടെ ജീവിതത്തിൽ. പിന്നെ പ്രായമാകുമ്പോൾ യൂഷ്വലി അറൌണ്ട് 50, 60, 70 years അപ്പോഴാണ് പിന്നെ രണ്ടാമത്തെ ഒരു പീക്ക് വരുന്നത്. കാരണം ആ പ്രായത്തിലെ കാരണങ്ങളെല്ലാം വേറെയാണ്. ചെറുപ്പത്തിലെ ജന്മനാലുള്ള ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് ആണെങ്കിൽ പ്രായമുള്ളാകുമ്പോൾ യൂഷ്വലി സ്ട്രോക്ക് വരുമ്പോൾ ഒരു എപ്പിലെപ്സി അല്ലെങ്കിൽ ട്യൂമർ ഉള്ള ഒരു ആൾക്ക് ഒരു എപ്പിലെപ്സി വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഡീജനറേഷൻ, ആൽഷിമേഴ്സ് ഡിസീസ്, ഡീജനറേറ്റീവ് ബ്രെയിൻ്റെ തേയ്മാനം കൊണ്ട് ന്യൂറോൺസ് ഒക്കെ പോയിട്ട് എപ്പിലെപ്സി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനം ചികിത്സിച്ചാൽ നമുക്ക് ഒട്ടാകെ ഈ അപസ്മാരം ചികിത്സിക്കാൻ നോക്കും, അത് ക്യൂർ ചെയ്യാൻ നോക്കും ഇൻ മെനി കേസസ്. അല്ലാതെ ജസ്റ്റ് അപസ്മാരത്തിന്റെ മരുന്ന് കഴിച്ചിട്ട് ജസ്റ്റ് ഒരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ സമാധാനപ്പെടണ്ട. ബട്ട് നമുക്ക് അടിസ്ഥാന കാരണം കണ്ടുപിടിച്ചാൽ കൊള്ളാം. ചിലപ്പോൾ ട്യൂമർ ആണെങ്കിൽ ട്യൂമർ എടുത്ത് കളഞ്ഞാൽ, ചിലപ്പോൾ ഹെഡ് ഇഞ്ചുറിയും കൊണ്ട് ഒരു ബ്ലീഡിങ് ആയിരിക്കും, അതെടുത്ത് കളഞ്ഞാൽ നമുക്ക് അപസ്മാരം കൺട്രോൾ ചെയ്യാം. അല്ലാതെ അതിന്റെ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, in the psychiatric hospitals also, epilepsy it is more, epilepsy is more common in psychiatric hospitals, and psychiatrists and psychosis problems are common in epileptic clinics, epilepsy clinics. So random correlate ചെയ്യുന്നുണ്ട്. 20 to 60% prevalences of neuropsychiatric problems are seen among epilepsy patients themselves. The reason may be varied.
It may be because of epilepsy വരുമ്പോൾ അതിൻ്റെ ഉള്ള ഒരു ഡാമേജ് ടു ദ ബ്രെയിൻ വരുന്നതാണോ, അതോ ഈ രണ്ട് അസുഖം ഇത് കോമോർബിഡിറ്റി ഒരുമിച്ച് വരുന്നതാണോ, നമുക്ക് എക്സാക്ട് റീസൺ നമുക്ക് പറയാൻ പറ്റില്ല. But the percentage of epilepsy patients in psychiatric hospital is also much higher when compared to the general prevalence of epilepsy. Apam psychiatric patients in the epilepsy is quite high. Can I have the next slide, please? So it is seen that among patients attending epilepsy clinics, approximately 30% had a prior psychiatric hospitalization and 18% were on at least one psychotropic drugs. So, അപ്പോൾ ഈ ഒരു പേഷ്യന്റ് സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഈ മരുന്നിന്റെ ലിസ്റ്റ് നമ്മൾ നോക്കി ഏത് മരുന്നുകളാണ് അപസ്മാരം വരാൻ സാധ്യതയുള്ളത്, പിന്നെ ഏത് അപസ്മാരത്തിന്റെ മരുന്ന് എപ്പിലെപ്സി അല്ല അപസ്മാരത്തിന്റെ മരുന്ന് സൈക്യാട്രിയുടെ സിംറ്റംസ് കൂട്ടാൻ സാധ്യതയുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് അത് മോഡിഫൈ ചെയ്യണം. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇത് രണ്ടും കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. Furthermore, epidemiological studies indicate an increased interictal psychopathology among head injury patients with epilepsy. So, when compared to head injury patients without epilepsy, for epilepsy, all the patients head injury vannale, they can have psychosis more commonly than patients without epilepsy. Head injury, plain epilepsy vanna patients vannale, they need not have psychosis. There's a correlation, perhaps it's a neuropathology that happens, which is very common in epilepsy and repeated epilepsy producing a psychiatric manifestation, because the drug treatment also helps these neurochemicals which are for epilepsy is used. A lot of them are used in cases of psychopathology also. So maybe they have a commonality between the two illnesses. Next slide, please. So there is a very complicated, I made this simple. The latest International League Against Epilepsy has classified epilepsy in a very big, long list. But I find this very simple classification of seizures. So what is seizure? Seizure is an undue, uncontrolled neuronal firing of a group of neurons which produce a generalized convulsion, which can produce a convulsion that is movement of both the parts of the body, hands, head, face, generalized. If it's a generalized epilepsy, or if it's a focal epilepsy on one side of the body, it can be of one hand, one leg, and one side of the head. If it's a focal epilepsy, through the convulsions can be a generalized convulsion, or it can be focal convulsion, depending on the etiopathogenesis. എവിടുന്ന ഈ ഫയറിംഗ്, ഈ അൺകൺട്രോൾഡ് ഫയറിംഗ് ഓഫ് ദ ന്യൂറോണൽ സെൽസ് ആണ് വരുന്നത്. അപ്പം ഒരു ലാർജ് രണ്ട് സൈഡ് ബ്രെയിനിൽ നിന്നും കോർട്ടെക്സും തലമോ കോർട്ടിക്കോറെക്ട് ഫോക്കസ് ചെയ്യുന്ന രണ്ട് സൈഡ് ബ്രെയിനിൽ നിന്നും പോയാൽ നമുക്ക് രണ്ട് കൈയും കാലും ഇങ്ങനെ വെട്ടി ശബ്ദം, ബ്രീതിങ് സ്റ്റോപ്പ് ചെയ്ത് വലിയ ശബ്ദം പോലെ ഇറ്റിൽ ക്രൈ, താഴെ കോൺഷ്യസ്നെസ് കൊടുത്ത അങ്ങ് താഴെ വീണിട്ട് ഇങ്ങനെ വെട്ടല് വരും. അത് ഈ ഫയറിങ്, കണ്ടിന്യൂസ് അൺകൺട്രോൾഡ് ഫയറിങ്, ഈ ബ്രെയിൻ സെൽസ് ഇങ്ങനെ ഫയർ ചെയ്യുന്നുണ്ട് നമുക്ക്. So അത് ഉണ്ടാവുമ്പോഴാണ്, if it is both sides, it's called generalized, because both sides of the brain are firing. Focal ആണെങ്കിൽ ഒരു ഭാഗം ഓഫ് ദ ബ്രെയിനിനാണ് ഈ ഫയറിങ് വരുന്നത്. So if it is left side brain ആണെങ്കിൽ റൈറ്റ് ഹാഫ് ഓഫ് ദ ബോഡി ഇങ്ങനെ വെട്ടും. തല ഇങ്ങനെ ഒരു സൈഡിലോട്ട് വെട്ടി, മുഖം ഇങ്ങനെ ഒരു സൈഡിലോട്ട് പോകും, കണ്ണ് ഇങ്ങനെ ഒരു സൈഡിലോട്ട് പോകും. അപ്പൊ നമ്മുടെ ഏത് സൈഡിൽ നിന്ന് എക്സ്ട്രാ ഫയറിങ് വരുന്നതനുസരിച്ചാ നമുക്ക് ജനറലൈസ്ഡ് ഓർ ഫോക്കൽ. Again, each generalized epilepsy and focal epilepsy, depending on the etiology എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം, അടിസ്ഥാന കാരണമാണെങ്കിൽ രണ്ടെണ്ണം കാരണമുണ്ട് ഈ ജനറലൈസ്ഡ് എപ്പിലെപ്സി. വെദർ ഇറ്റ് ഇസ് പ്രൈമറി ജനറലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു കാരണം ഇല്ലാതെ, ചിലപ്പം ജനറ്റിക് ആയിരിക്കും, ഇഡിയോപാറ്റിക്, നമുക്കൊരു കാരണം കണ്ടുപിടിക്കാൻ ഒക്കാത്ത ഒരു ഇതാ, എല്ലാ ടെസ്റ്റും ചെയ്താലും ഒന്നും കണ്ടുപിടിക്കത്തില്ല. അതിനാ there can be absence epilepsy എന്ന് പറഞ്ഞാൽ there are different types: absence epilepsy, tonic-clonic epilepsy, tonic epilepsy, atonic epilepsy, myoclonic epilepsy. ഇതൊക്കെയാ
primary generalized idiopathic epilepsy. That I'm not going to go into detail about epilepsy class, but I have to talk more about the psychopathology or the psychiatric manifestations of epilepsy. So I'm not going into detail. So these are the kinds of generalized primary. Then secondary or symptomatic generalized epilepsy. നമ്മൾ അടിസ്ഥാന കാരണം കണ്ടുപിടിക്കണം ഈ അവസ്മാരം വരുന്നതിന്റെ. അത് ഇൻഫെക്ഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബ്രെയിനിനകത്ത് ഇൻഫെക്ഷൻ ആണോ, എൻസെഫലൈറ്റിസ് ആണോ, അത് കണ്ടുപിടിക്കണം. അപ്പൊ നട്ടിലിന്റെ നീര് കുത്തിയിട്ടൊക്കെ കണ്ടുപിടിച്ചിട്ട് അതാണ് അവസ്മാരത്തിന്റെ കാരണം. വെരി ഇമ്പോർട്ടൻ്റ്. അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഓഫ് റുമറ്റോളജിക്കൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അത് രക്തക്കൊഴലും ബ്രെയിനിന്റെ ന്യൂറോൺസ് ഒക്കെ അഫക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വാദം, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ടൈപ്പ് വാദംസ് ഉണ്ട്. ചിലപ്പോൾ അതായിരിക്കും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ചിലപ്പോൾ ഷുഗർ ഒത്തിരി ഡയബറ്റിക് പേഷ്യൻസ് മരുന്ന് കഴിച്ചിട്ട് ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ഷുഗർ ഒത്തിരി കുറഞ്ഞിട്ട് ഹൈപ്പോഗ്ലൈസീമിയയും കൊണ്ട് ജനറലൈസ്ഡ് അപസ്മാരം വരാം. അല്ലെങ്കിൽ സോഡിയം പ്രായമാകുമ്പോൾ വളരെ കോമൺ ആയത് ഉപ്പ് നമ്മുടെ ശരീരത്തിൽ കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരിങ്ങനെ കിടന്ന് പിന്നെ ഒരു അപസ്മാരവും അങ്ങ് വന്ന് അപ്പൊ നമുക്ക് എപ്പോഴും ഈ ബ്ലഡിന്റെ ടെസ്റ്റുകൾ എല്ലാം ചെയ്യണം. അത് അടിസ്ഥാനം കണ്ടുപിടിക്കാൻ ഒക്കുവോ, ഈ ജനറലൈസ്ഡ് എപ്പിലെപ്സി ചികിത്സിക്കാൻ ഒക്കുവോ എന്ന് നോക്കണം. പിന്നെ കൊച്ചു പിള്ളേർക്ക് കാൽഷ്യം ചിലപ്പം കുറയായിരിക്കും, മഗ്നീഷ്യം കുറയായിരിക്കും. പിന്നെ ചില രോഗങ്ങളുണ്ട് അമോണിയ ലെവൽ കുറച്ച് കൂടുതലായിരിക്കും. അതെല്ലാം അവസ്മാനം വരാം. അപ്പൊ ബ്ലഡ് എന്തായാലും നോക്കി അത് ലിവർ ടെസ്റ്റ്, കിഡ്നി ടെസ്റ്റ് എല്ലാം നോക്കണം. ഫസ്റ്റ് തിങ് നമുക്ക് ഒരു അവസ്മാര രോഗി വരുമ്പം ബ്ലഡ് എടുക്കുക, ഷുഗർ നോക്കിയിട്ട് ബാക്കിയെല്ലാം ഒരുവിധം ടെസ്റ്റുകൾ ചെയ്യുക. പിന്നെ ഒരു തലയുടെ സ്കാൻ ചെയ്തിട്ട് എന്താ അടിസ്ഥാന കാരണം കണ്ടുപിടിക്കാൻ ഒക്കെ നോക്കുക. നമുക്ക് അത് ട്യൂമറും കൊണ്ടാണോ, ബ്ലീഡിങ് കൊണ്ടാണോ, ഇടി വല്ലതും കൊണ്ടിട്ട് ചോര രക്തം ഉണ്ടോ, പിന്നെ വല്ല മരുന്ന് കഴിക്കുന്ന നോക്കണം. ആൽക്കഹോൾ മദ്യം കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കഞ്ചാവോ അതിന്റെ വല്ലതും ലഹരി പദാർത്ഥം വല്ലതും കഴിക്കുന്നോ, അതൊക്കെ നോക്കിയിട്ട് അതൊക്കെ ഈ അപസ്മാരം ഉണ്ടാക്കാൻ കാരണമുണ്ട്. ഇതൊക്കെ കണ്ടുപിടിച്ചാൽ ഇത് നിർത്തിയാൽ പിന്നെ അസുഖം വരത്തില്ല. ഇതങ്ങ് ചികിത്സിച്ചാൽ പിന്നെ അസുഖം വരത്തില്ല. നമുക്ക് ആയുഷ്കാലം മുഴുവൻ അപസ്മാരത്തിന്റെ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഈ അടിസ്ഥാന സിംറ്റമാറ്റിക് കോസ് നമ്മൾ നന്നായിട്ട് ഊർജ്ജതയോട് കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ വളരെ നല്ലത്. പിന്നെ പ്രത്യേകിച്ച് ഒത്തിരി മരുന്ന് അപസ്മാരം ഉണ്ടാക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇൻക്ലൂഡിങ് പെൻസിലിൻ, ഡെറിഫിലിൻ, പിന്നെ ആന്റിബയോട്ടിക്സ്, സിപ്രോഫ്ലോക്സസിൻ, ലിവോഫ്ലോക്സസിൻ, ഒത്തിരി മരുന്ന്. പിന്നെ ഒത്തിരി സൈക്യാട്രിക് മരുന്നുകൾ ഇങ്ങനെ ക്ലോസപ്പെയിൻ അപസ്മാരം വരാം. അതിപ്പോ നമുക്ക് പ്രത്യേകിച്ച് ഈ മരുന്ന് കഴിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ചിലപ്പം അപസ്മാരം കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഈ മരുന്നുകൾ മാറ്റിക്കൊടുക്കാം. ആന്റിബയോട്ടിക്കും എല്ലാം നമുക്ക് ഒരുവിധം മാറ്റിക്കൊടുക്കാം. സോ അതൊന്ന് ഇമ്പോർട്ടൻറ്റ് കാര്യം. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അതുപോലെ ഫോക്കൽ എപ്പിലെപ്സി ഞാൻ പറഞ്ഞത് ഒരു പെർട്ടിക്കുലർ ഭാഗം, നമ്മുടെ ബ്രെയിനിൽ 4 ഭാഗം ലോബ്സ് ഉണ്ട്. ഫ്രണ്ടൽ ലോബ്, ടെമ്പറൽ ലോബ് സൈഡിലുള്ള ബ്രെയിന്, പിന്നെ പറൈറ്റൽ ലോബ് മുകളിലത്തെ ഒരു ബ്രെയിന്, പിന്നെ ഓക്സിപിറ്റൽ ലോബ് ബാക്കിലെ ബ്രെയിന്. അതൊക്കെ ഓരോ ഭാഗത്ത് നിന്ന് ഫോക്കൽ എപ്പിലെപ്സി വന്നിട്ട് അതിൻ്റെതായിട്ട് ലക്ഷണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം, ഇത് ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയാണ്, ഇത് ഓക്സിപിറ്റൽ ലോബ് എപ്പിലെപ്സിയാണ്. ഓക്സിപിറ്റൽ ലോബ് കാഴ്ചക്കൊക്കെ ഈ ലൈറ്റ് അടിക്കും, മിന്നലടിക്കും, അങ്ങനെ ഇത് ഫേസസ് ഒക്കെ കാണും, അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ. ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകം ടൈപ്പ്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം ഇൻ ഡീറ്റെയിൽ. അതുപോലെ ഈ ഫോക്കൽ എപ്പിലെപ്സിക്കും നമുക്ക് അത്യാവശ്യമായിട്ട് ഇതെന്താ ഒരു ഭാഗം ബ്രെയിനിൽ നിന്ന് ഈ പ്രശ്നം വരുന്നത്, അതിന് അടിയിൽ വല്ലതും അടിസ്ഥാന ട്യൂമർ ഉണ്ടോ, ബ്ലഡ് ക്ലോട്ട് ഉണ്ടോ, പിന്നെയും ഫുൾ ചെക്ക് ലിസ്റ്റ് ചെയ്യണം. EEG ചെയ്യണം, വല്ല ഫോക്കലായിട്ട് പ്രോബ്ലം ഉണ്ടോ, എൻസെഫലൈറ്റിസ് ഉണ്ടോ, ട്യൂമർ ഉണ്ടോ, ഇൻഫെക്ഷൻ ഉണ്ടോ, അത് പിന്നെയും നമ്മൾ കണ്ടുപിടിച്ചിട്ട് അപസ്മാരം എത്രയോ നമ്മൾ ആ സമയം ചെലവാക്കി ഈ അടിസ്ഥാനം അപസ്മാരത്തിന്റെ കണ്ടുപിടിച്ച അത്രയും നല്ലത് നമുക്ക് രോഗികൾക്കും ഡോക്ടർമാർക്കും. അടുത്ത സ്ലൈഡ് പ്ലീസ്. So I was just talking about the auras. So epilepsy, temporal lobe epilepsy ഈ ഒരു സൈക്കോളജിക്കൽ ഓർ സൈക്യാട്രിക് പോലുള്ള അസുഖം, എക്സാക്ട്ലി സൈക്യാട്രിക് അല്ല, പക്ഷെ ഈ ഒരുമാതിരി ലക്ഷണങ്ങള് നമുക്ക് അപസ്മാരമാണോ അത് സൈക്യാട്രിക് പ്രോബ്ലം ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാം. അതെന്നെ പറയുന്ന ഈ അപസ്മാരം വരുന്നതിന് മുമ്പ് എന്ന് പറയുന്ന ഓറ എന്ന് പറയും. ജസ്റ്റ് ബിഫോർ ഈ അപസ്മാരം വരുന്നതിന് മുമ്പേ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും, പിന്നെ ഓർമ്മയില്ല,
ഒരുമാതിരി തലചുറ്റില്, ഒരുമാതിരി പിച്ചും പേയും പോലെ ഏതാണ്ട് പറയും. പിന്നെ തുണിയൊക്കെ ഇങ്ങനെ വലിക്കും. പിന്നെ ചിലര് തുണി ഊരി കളഞ്ഞിട്ട് അങ്ങോട്ട് നടക്കും, ഇങ്ങനെ റൗണ്ട് ചെയ്ത് നടക്കും. ഒരുമാതിരി കണ്ണിന് ഒരു ഡേസ്ഡ് അപ്പിയറൻസ്. പിന്നെ എന്തോ ഓബ്ജക്ട്സ് ഇങ്ങനെ പിടിക്കാൻ നോക്കും. പിന്നെ മൂവിങ് ഓബ്ജക്റ്റ്, ക്ലോത്ത്സ് റിമൂവ് ചെയ്യും. സോ അപ്പം നമ്മൾ വിചാരിക്കും ഇത് മാനസിക രോഗിയാണോന്ന്. പക്ഷെ ആക്ച്വലി ഇത് കഴിഞ്ഞ് ഈ ഓറ കഴിഞ്ഞിട്ട് ചിലപ്പം ചവയ്ക്കും, ഞവണിക്കും, മേങ്ങും, തുമ്മല്, ചീറ്റൽ, ചിലപ്പോൾ സംസാരിക്കും, ചിലപ്പോൾ പിച്ചും പേയും സംസാരിക്കും, ചിലപ്പം ചിരിക്കും, ചിലപ്പോൾ ജലാസ്റ്റിക് സീഷേഴ്സിനൊക്കെ ചിരിയൊക്കെ വരും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെല്ലാം അവര് എല്ലാം ഉണ്ടാക്കുവാന്നോ, അതോ ഇത് സൈക്യാട്രിക്കിന്റെ മാനിഫെസ്റ്റേഷൻ വല്ലതും ആണെന്ന് നമുക്ക് വിചാരിക്കും. പിന്നെ 1/4 മോർ ഹാവ് സ്കിസോഫ്രീനിയ ലൈക്ക് സൈക്കോസിസ്. ഡിപ്രഷൻ ആവാം, പേഴ്സണാലിറ്റി ചേഞ്ചസ്, ഹൈപ്പോസെക്ഷുവാലിറ്റി, ചിലർ ഹൈപ്പർ സെക്ഷുവാലിറ്റി ആവും, അവര് ഉടുപ്പൊക്കെ ഊരിയിട്ട് കൂടുതൽ സെക്ഷൽ ബിഹേവിയർ ആയിട്ട് വരും. അപ്പൊ ഇതെല്ലാം ഒരുമാതിരി പ്രോബ്ലംസ് നമുക്ക് ചിലപ്പം കണ്ടുപിടിക്കാനും ഡിസെക്ട് ചെയ്യാനും, സൈക്യാട്രിക് പ്രോബ്ലം ആണോ ന്യൂറോളജിക്കൽ പ്രോബ്ലം ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ EEG ചിലപ്പോൾ അപസ്മാരത്തിന്റെ ലക്ഷണം കാണും. പിന്നെ ചിലപ്പം ഈ സംഭവം, ഈ ലക്ഷണം കഴിഞ്ഞിട്ട് ഒരു വിതിൻ 24 to 48 hours വലിയ ഒരു അപസ്മാരം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ ലക്ഷണങ്ങളെല്ലാം അപസ്മാരത്തിന് മുമ്പേ ഉള്ള ഒരു സൈക്കോസിസും പ്രോബ്ലം ആണ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. So as I said, psychosis and problems or psychiatric manifestation, psychiatric like phenomena can occur. It can be before ictal ennu parnja avasmaram, before avasmaram, during avasmaram. So they can have psychic aura. പിന്നെ ഒരു ictal fear, ഭയങ്കര പേടിയായിരിക്കും. ഈ നമ്മുടെ ബ്രെയിനിലെ ഒരു സെന്റർ ഉണ്ട്, അമിഗ്ഡല എന്ന് പറയും. ചിലപ്പോൾ അവസ്മാരം ഈ ടെമ്പറൽ ലോബിന്റെ അമിഗ്ഡല ഏരിയയിൽ നിന്ന് ഈ അവസ്മാരത്തിന്റെ ലക്ഷണം, ഈ ന്യൂറോൺസ് ഇങ്ങനെ ഫയർ ചെയ്യായിരിക്കും. അപ്പൊ നമുക്ക് ഭയങ്കര ഭയമായിരിക്കും. ഓടിച്ചെന്ന് കൊച്ചു പിള്ളേരും വലിയൊരു ഓടിപ്പോയി അങ്ങ് കെട്ടിപ്പിടിക്കും, അമ്മയെ കെട്ടിപ്പിടിച്ച്. അത് ബോധം കിടത്തില്ല, പക്ഷെ ഒരു ഓൾട്ടേർഡ് സെൻസറി ആയിരിക്കും, ഭയങ്കര ഭയമായിരിക്കും. സോ ഇക്റ്റിൽ ഫിയർ ആയിരിക്കും. പിന്നെ പെരി ഇക്റ്റിൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് അപസ്മാരത്തിന് മുമ്പേ, അപസ്മാരത്തിന്റെ ഒപ്പം, അപസ്മാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇറിറ്റബിലിറ്റി, ഒന്നിനും ഒരു താല്പര്യമില്ലായ്മ, ഭയങ്കര ഇറിറ്റേഷൻ, ഭയങ്കര ഒരു മനപ്രയാസം, ഡിപ്രഷൻ, തലവേദന ആയിരിക്കും, കൺഫ്യൂഷൻ ആയിരിക്കും. പിന്നെ ഒന്നിനും ഒരു ചിന്ത, ഒരു ക്ലാരിറ്റി കിട്ടത്തില്ല, ഒരു സ്റ്റെബിലിറ്റി കിട്ടത്തില്ല. ഇതൊക്കെ ഒരു പെരിക്റ്റൽ ആൻഡ് ഇത് സൈക്കോളജിക്കൽ ഫീച്ചേഴ്സ് ആയിരിക്കും. അപ്പൊ ഡോക്ടേഴ്സ് വളരെ കെയർഫുൾ ആയിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കണം. രോഗികളുടെ ബൈസ്റ്റാൻഡേഴ്സിനും ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം ഇത് അവർക്ക് മനസ്സിലാവത്തില്ല ഇതെന്തോ സംഭവം. അപ്പം ഡോക്ടർമാർക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ഡോക്ടറിന് വളരെ യൂസ്ഫുൾ ആയിരിക്കുന്നു ഒരു വീഡിയോ. ഉടനെ തന്നെ നിങ്ങൾ വീട്ടിലുള്ളവർക്ക് ഒരു വീഡിയോ എടുത്താൽ നമുക്ക് കാണുമ്പം ഒത്തിരി പേരുടെ ലക്ഷണങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവർ വീഡിയോ എടുത്തുകൊണ്ട് വരുമ്പോൾ നമുക്കറിയാം ഇതാ അപസ്മാരം അല്ലെങ്കിൽ ഇതാ അപസ്മാരം അല്ല. നമുക്ക് ഒരുവിധം കുറച്ചുകൂടെ ലക്ഷണങ്ങൾ നമുക്ക് ചികിത്സിക്കാൻ ഞങ്ങളെ സഹായിക്കും. അപ്പൊ ഉടനെ നമ്മൾ പേടിച്ച് ഭയന്ന് എന്തോ ചെയ്യേണ്ടേ. ചിലർക്ക് അപസ്മാരം വരുമ്പം ഓടിച്ചെന്ന് താക്കോലെടുത്ത് നോക്കുക, വായിൽ സ്പൂൺ ഇടുക, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപസ്മാരം വരുമ്പോ അവര് നിർത്തുക, അങ്ങനല്ല, അവരങ്ങ് സൈഡിൽ കിടത്തിട്ട് സൈഡിലോട്ട് തിരിച്ച് എന്തെങ്കിലും ഈളമൊക്കെ വരുമ്പോ അങ്ങ് തുണിയിട്ട് അങ്ങ് ഒപ്പി അങ്ങ് മാറ്റി കൊടുത്താൽ മതി. കാരണം ഇങ്ങനെ അപസ്മാരം വന്നുകൊണ്ട് ഇരിക്കുമ്പം ഈളം എല്ലാം വന്ന് നെക്സ്റ്റ് ഒരു വലിയ ശ്വാസം എടുക്കുമ്പോൾ എല്ലാം ലങ്സിലോട്ട് പോകും. അപ്പൊ ആ സമയത്ത് അങ്ങ് ഒപ്പി കൊടുത്താൽ മതി. അല്ലാതെ വേറെ ഒന്നും ഇരുമ്പും സ്പൂണും ഒന്നും എടുക്കാൻ പോവില്ല. പിന്നെ ആരെങ്കിലും ഒരാളെ പേടിക്കാതെ ഒരു വീഡിയോ, ചിലർ ഒത്തിരി പേടിക്കും, ഇതെന്തോ കുഞ്ഞു മരിക്കാൻ പോവാന്നോ, ആൾക്കാർക്ക് വലിയ ഭയമായിട്ട് വരാം ഈ അവസ്മാരം കാണുമ്പോൾ. ഒരു വീഡിയോ കൂടെ എടുക്കാൻ ഒക്കുമെങ്കിൽ, ആദ്യത്തെ പ്രാവശ്യം എടുത്തില്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ഇത് ഒരു അപസ്മാരം, ഞാൻ ഇത് ഉറക്കത്തിലൊക്കെ വരാം, അപ്പൊ ഒന്ന് എടുത്താൽ. ഒത്തിരി പേഷ്യൻസിന്റെ ഉറക്കത്തിലുള്ള അപസ്മാരം ഞങ്ങൾ ഡയഗ്നോസ് ചെയ്തിട്ട് അപസ്മാരത്തിന്റെ കറക്റ്റ് മരുന്ന് കൊടുത്തിട്ട് പിള്ളേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത് വലിയ ഉപകാരമായിരിക്കും പേഷ്യൻസ് ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ. അതൊരു നല്ലൊരു ഇൻഫർമേഷൻ ഞാൻ പറയുന്നത്. നെക്സ്റ്റ് പിന്നെ തലവേദന ആയിരിക്കും. ചിലർ ഭയങ്കര തലവേദന ആയിരിക്കും അപസ്മാരം കഴിഞ്ഞിട്ട്. പിന്നെ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ നമ്മള് വൺ മെത്തേഡ് നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പം നമ്മൾ ചിലപ്പം വലിയ പാടായിരിക്കും.
ഇവര് ഉണ്ടാക്കുന്ന അപസ്മാരാണോ എന്ന് പറഞ്ഞാൽ സൂഡോ എപ്പിലെപ്സി ആണോ, അതോ കറക്റ്റ് ആയിട്ടുള്ള എപ്പിലെപ്സി ആണോ, അതോ ട്രൂ എപ്പിലെപ്സി ആണോ? ഒത്തിരി പിള്ളേർ ഇങ്ങനെ ഷാഠ്യം പിടിച്ച് അമ്മയും ഫാമിലീസിനൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ താഴെ വീണ് ഇങ്ങനെ കൈയും കാലും ഒക്കെ ഇട്ട് ഇളക്കാറുണ്ട്. അപ്പൊ നമുക്ക് അറിയേണ്ടത് ഇതാ നേരിട്ട് അപസ്മാരാണോ അതോ അപസ്മാരം അവർ ആക്ട് ചെയ്യുന്നതാണോ, സൂഡോ എപ്പിലെപ്സി എന്ന് പറയും. അപ്പൊ ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കറിയാം ഇത് സൂഡോ, അത് നേരല്ല, ഇത് ഫോൾസ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. കാരണം ഇത് ട്രൂ എപ്പിലെപ്സി ആണെങ്കിൽ അവര് ചിലപ്പോൾ നാക്ക് കടിച്ച് മുറുക്കി ചോര വരാം, മൂക്ക് ഓടിയാൻ സാധ്യതയുണ്ട്, പല്ല് ഓടിയാൻ സാധ്യത, എങ്ങനെ അഡോന്ന് വീണ് ഇഞ്ചുറി എവിടെ വീഴുന്നതെന്ന് അറിയത്തില്ല, ഒരു കൺട്രോൾ ഇല്ലാതെ, പിന്നെ മൂത്രം അറിയാതെ പോവാം, പിന്നെ ഇഞ്ചുറി ചെയ്തിട്ട് പിന്നെ കൈകാലമൊക്കെ വിറച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണമായിരിക്കും, ഭയങ്കര ലത്താജി, ഒരു 48 മണിക്കൂർ ചിലരെ അങ്ങ് ഉറങ്ങിപ്പോകും. ഇതൊക്കെയാണ് നമുക്ക് അറിയുന്നത് അത് ബ്രെയിനിൽ നിന്നുണ്ടായത് ട്രൂ അപസ്മാരമാണ്. പക്ഷെ ഒരു ഫോൾസ് അപസ്മാരം എല്ലാം പറയാനൊക്കത്തില്ല. ഫോൾസ് അപസ്മാരാണെങ്കിൽ ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ പെട്ടെന്ന് വെള്ളം തളിക്കുമ്പോൾ അവരങ്ങ് എണ്ണീക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണരും, വലിയ ക്ഷീണമൊന്നും ഇല്ല, നാക്കൊന്നും കടിക്കത്തില്ല. പക്ഷെ എന്നാലും ഈ അപസ്മാരത്തിന്റെ EG ഒക്കെ എടുക്കുമ്പോഴാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് അറിയുന്നത് ഇത് അപസ്മാരമാണോ സൂഡോ ആണോ ട്രൂ ആണോ എന്ന് അറിയുന്നത്. ജസ്റ്റ് ഇൻ പാസിംഗ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. So interictal features are schizophrenia form psychosis. ഞാൻ പറഞ്ഞില്ലേ psychosis. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇത് psychiatric illness ആണോ ന്യൂറോളജി illnesses ആണോ, പാർട്ട് ഓഫ് ദ എപ്പിലെപ്സി. അപ്പൊ സ്കിസോഫ്രീനി ഫോം എന്ന് പറഞ്ഞാൽ അതൊരു കൂടിയ സൈക്യാട്രിക് ഇൽനെസ് ആണ്. അവർക്ക് ചെവിയിൽ ആരാണ്ട് വിസ്പർ ചെയ്യുന്നു, കേൾക്കുന്നു, ആരാണ്ടൊക്കെ പറയുന്നു, തോട്ട് ഇൻസേർഷൻ, അതൊന്നും വലിയ റാങ്ക് 1 സൈൻസ് ആൻഡ് സിംറ്റംസ് ഒന്നും കാണത്തില്ല. മൈൽഡ് ആയിട്ട് ഇങ്ങനെ ആൾക്കാരെ സംശയിക്കുന്നു, ഹാലുസിനേഷൻ, ഡില്യൂഷൻ, ആൾക്കാർ എന്നെ പറ്റി പറയുന്നു. നമുക്ക് എല്ലാവർക്കും ഉള്ളത് പാരനോയ, അയ്യോ അവരെന്നെ പറ്റി പറയുന്നതായിരിക്കും, നമുക്ക് എല്ലാവർക്കും ചെറിയ രീതിയിലൊക്കെ തോന്നലൊക്കെ ഉണ്ട്. പക്ഷെ ഈ സ്കിസോഫ്രീനി ഫോം സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലാസ്റ്റിങ്, കുറെ മണിക്കൂറോളം നിൽക്കും. 2 to 3 weeks ഞാൻ പറയാൻ പോവാം. Then there can be personality disorders. അവര് ഭയങ്കര അബ്യൂസീവ് ആയിരിക്കും, ചിലപ്പം ഇത് ഈവൻ ആൾക്കാരെ കൊന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് അപസ്മാരത്തിന്റെ ഇത്. വെരി റെയർ ആൻഡ് വെരി സ്ട്രോങ് വേർഡ്. നെക്സ്റ്റ് പ്ലീസ്, നെക്സ്റ്റ് സ്ലൈഡ്. Then so ഇതാ അറിയേണ്ടത്, it consists of longer lasting disturbance of behavior and tendency to. അപ്പൊ ഇത് എപ്പിലെപ്റ്റിക് ഫ്യൂഗ്സ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ അങ്ങ് ഞാൻ പറഞ്ഞില്ലേ, അങ്ങ് എന്തോ അങ്ങ് വാണ്ടർ ചെയ്ത് ഒരു ലെക്കില്ലാതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും, ഡ്രസ്സ് അങ്ങ് ഊരിപ്പോവും. ആൻഡ് ദേ ആർ ഡ്രൗസി. അത് നമ്മൾ വിചാരിക്കും മദ്യപിച്ചിട്ടോ അല്ലെ ലഹരിയെല്ലാം കഴിച്ചതിന്റെ ആണോ, ഇങ്ങനൊക്കെ നമ്മൾ വിശ്വസിക്കും, നമ്മൾ വിചാരിച്ചു പോകും. പിന്നെ പക്ഷെ ഇതൊരു അപസ്മാരം ആവാം, നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ ചിലപ്പോ ഈ ഫ്യൂസ്, എപ്പിലെപ്റ്റിക് ഫ്യൂസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അപസ്മാരം ബോധം നഷ്ടപ്പെടത്തില്ല, ഒരു ഓൾട്ടേർഡ് സെൻസോറിയം എന്ന് പറയും. ഈ കോംപ്ലക്സ് പാർഷ്യൽ സീഷേഴ്സിനൊക്കെ ജനറലൈസ്ഡ് എപ്പിലെപ്സിയിലെ ബോധം കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുന്നു. ഇതാണെങ്കിൽ ഒരു ലഹരി കഴിച്ച പോലെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് നടക്കാറുണ്ട് ബിഹേവിയർ. ആൻഡ് ചിലർക്ക് മണിക്കൂറോളം ദിവസങ്ങളോളം ചിലപ്പോൾ ഇങ്ങനെ വരാം. പക്ഷെ ഈ സമയത്ത് എന്തുവാ നടക്കുന്നതെന്ന് കംപ്ലീറ്റ്ലി അവർക്ക് ഓർമ്മയില്ല. അപ്പൊ അതും ഒരു ഹിസ്റ്ററിയാണ്. കാരണം ഈ ഫോൾസ് എപ്പിലെപ്സി ആണെങ്കിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ അവര് പറയും, എന്നോട് ഈ ചോദ്യം ചോദിച്ചു, അപ്പൊ എത്ര പേരുണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ, അത് ആരൊക്കെ വന്നു, അവർക്കറിയാം ഇന്ന ആള് അടുത്തുണ്ടായിരുന്നു എന്നൊക്കെ അറിയാം. പക്ഷെ ട്രൂ എപ്പിലെപ്സി ആണെങ്കിൽ ഇതൊന്നും ഓർമ്മയില്ല, അവര് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ആയിരിക്കും. പേരെന്തോ ചോദിച്ചേ, എന്തൊക്കെ വന്ന്, ആരൊക്കെ വന്നു, കംപ്ലീറ്റ്ലി ലോസ് ഓഫ് മെമ്മറി ആയിരിക്കും. കോൺഷ്യസ് ഉണ്ടായിരിക്കും, പക്ഷെ അവർക്ക് ഒന്നും ഓർമ്മയില്ല. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. സോ ഇതാ sometimes automatisms can happen, last for hours. The absent-minded behavior, ഒരു complete awareness ഇല്ല, and the psychomotor retardation എന്ന് പറഞ്ഞാൽ ഒരു ഡൾ നോർമൽ ആയിട്ട് ഒരു മന്ദബുദ്ധി പോലെ ഇരിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. പിന്നെ സംടൈംസ് മാർക്ക് പ്രിസർവേഷൻ ഇൻ സ്പീച്ച് ആൻഡ് ആക്ഷൻ ക്യാൻ ബി പ്രസന്റ് എന്ന് പറഞ്ഞാൽ പെർസിബറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു
കാര്യം ചോദിച്ചോണ്ടിരിക്കാം. അവർക്കൊരു ഐഡിയ കിട്ടുന്നില്ല, അവരത് ചോദിച്ചോ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കാം, ഒരു കാര്യം ചെയ്തോണ്ടിരിക്കാം. അപ്പൊ ഒരു ഗ്രാഹ്യം ഇല്ലാത്തതുകൊണ്ട്. പിന്നെ സംടൈംസ് അവർ ഭയങ്കര പാനിക് ആയിരിക്കും, അവർക്ക് ഭയങ്കര പേടിയായിരിക്കും, ചിലപ്പം ദേഷ്യമായിരിക്കും, ചിലപ്പം ഭയങ്കര ആഹ്ലാദവും സന്തോഷമായിരിക്കും. പിന്നെ ഹാലുസിനേഷൻസ് മേ ഫോം എ ലാർജ് പാർട്ട്. ചിലപ്പം അവിശ്വാസം. ദർ ഇസ് ഈ കോംപ്ലക്സ് പാർഷ്യൽ എപ്പിലെപ്സിയില് ദർ ഇസ് സംതിങ് കോൾഡ് ഡീജാവു ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ, ഈ അസുഖം വരുന്നതിന് മുമ്പ് അവർ വിചാരിക്കും, പണ്ടത്തെ എങ്ങോ പോയി മറന്ന ഒരു സ്ഥലത്ത് നമ്മൾ പോയി, നമ്മൾ ആ ഡിജാവു ഫിനോമിനൻ അത് നമുക്ക് അത് ഓർമ്മയുണ്ട്. നമ്മുടെ വല്യമ്മയുടെ വല്യമ്മയുടെ വീട്ടില് അങ്ങനെ ഇതൊക്കെ നടന്നു, പഴയ ഓർമ്മകളൊക്കെ വരും, ഡിജാവു. അല്ലെങ്കിൽ ജമൈവു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു ബന്ധമില്ലാത്ത ഒരു പുതിയ സ്ഥലം, ചിലപ്പോൾ സ്വിറ്റ്സർലൻഡ്, ഞാൻ പോവാത്ത ഒരു സ്ഥലത്തായിരിക്കും, ഞാൻ ഭയങ്കര ഒരു നല്ലൊരു സ്ഥലം കണ്ടു, അതൊക്കെ അവർ ഹിസ്റ്ററി പറയും. ചിലപ്പം സ്മെല്ല് കിട്ടും, ഓൾഫാക്ടറി, ഏത് ഭാഗത്തു നിന്ന് അപസ്മാരം വരുന്ന അനുസരിച്ച്. അപ്പൊ ഈ ബ്രെയിനിന്റെ സ്മെല്ലിന്റെ ഒരു സെന്റർ ഉണ്ട്, ഓൾഫാക്ടറി ലോബ്. അവിടുന്ന് അപസ്മാരം വരുവാണെങ്കിൽ എന്തോ ബാഡ് സ്മെല്ല്, ടയറൊക്കെ ബേൺ ചെയ്യുന്ന, അല്ലെങ്കിൽ ഭയങ്കര ഫൗൾ സ്മെല്ലൊക്കെ ആദ്യം വന്നിട്ട് പിന്നെ ഞമണിച്ച്, പിന്നെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് ഡ്രസ്സൊക്കെ ഊരി, പിന്നെ ചിലപ്പോൾ താഴെ വേണ്ടി സെക്കൻഡറി ജനറലൈസേഷൻ താഴെ വേണ്ടിയിട്ട് പിന്നെ വെട്ടാനും സാധ്യതയുണ്ട്. അങ്ങനെയും വരാം. പിന്നെ ഹാലുസിനേഷൻസ് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഓക്സിപിറ്റൽ ലോബിന്ന് വന്നാൽ അവരെന്തോ ഈ നല്ല ലൈറ്റും കളേഴ്സും ഇതൊക്കെ കാണാം, ഫ്ലാഷസ് ഒക്കെ കാണാം, ഇത് എന്തോ കാണുന്ന പോലെ. സോ ബട്ട് എല്ലാത്തിനും ഒന്നിനും ഒരു ഓർമ്മ കാണത്തില്ല എക്സാക്ട്ലി എന്തുവാ നടന്ന ആ സമയത്ത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. Now coming to the next one called absence status. ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം ടെമ്പറൽ ലോബ് എപ്പിലെപ്സി. Now it's a absence status. ഇത് ഒരു ടൈപ്പ് ആബ്സെൻസ് എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ യൂഷ്വലി കൊച്ചു പിള്ളേർക്ക് വരുന്ന ഒരു ജനറലൈസ്ഡ് എപ്പിലെപ്സി. അവർ സ്കൂളിൽ പോകുമ്പോൾ അവരിങ്ങനെ കംപ്ലീറ്റ് അങ്ങ് സ്വിച്ച് ഓഫ് ആവും. ടീച്ചർ എന്ത് പറയുന്നതെന്ന് അറിയത്തില്ല. അവരിങ്ങനെ എഴുതിക്കൊണ്ട് പെട്ടെന്ന് പെൻസിൽ അങ്ങ് നിർത്തിയിട്ട് ഇങ്ങനെ ടീച്ചറെ തന്നെ നോക്കുമായിരിക്കും. അപ്പൊ നമുക്ക് ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഈ ബുക്സ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കുറച്ചൊക്കെ എഴുതും, പിന്നെ കുറെ ഗ്യാപ്പ്, പിന്നെ എഴുതും, അത് ഓൺ ഓഫ് ഇങ്ങനെ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് പോലെ ഈ ആബ്സെൻസ് എപ്പിലെപ്സി എന്ന് പറയും. അപ്പൊ ഈ കൊച്ചു പിള്ളേർക്ക് ഒരു പ്രായം വരെ ആയിരിക്കും ഇത് കാണുന്നത്. അപ്പൊ നമ്മള് വിചാരിക്കും അശ്രദ്ധയായിരിക്കും, ടീച്ചർമാർ പിള്ളേരെ അടിച്ചിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ആക്ച്വലി ഇതൊരു ടൈപ്പ് ഓഫ് അപസ്മാരം, നമ്മളത് ശ്രദ്ധിക്കണം. അപ്പൊ എന്താ ഈ കുട്ടി അവരുടെ ബുക്ക് നോക്കുമ്പോൾ അറിയാം അവരങ്ങ് സ്വിച്ച് ഓഫ് ആവും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് അങ്ങനത്തെ ഒരു പ്രശ്നമാണോ ഇല്ലയോ എന്നൊക്കെ നോക്കുക. അത് EEG എടുക്കുമ്പം ഡെഫിനറ്റ് സ്പൈക്ക് ആൻഡ് വേവ്, 3 per second സ്പൈക്ക് ആൻഡ് വേവ്, ടിപ്പിക്കൽ സ്പൈക്ക് ആൻഡ് വേവ് നമുക്കൊന്ന് കാണാം. അങ്ങനെ ഈ പ്രത്യേകം മരുന്ന് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ്ലി അത് മാറ്റി കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇതാ ആബ്സെൻസ് എപ്പിലെപ്സി സ്റ്റാറ്റസ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ടെമ്പറൽ ലോബ് സ്റ്റാറ്റസ് ഞാൻ ഓൾറെഡി മോസ്റ്റ് ഓഫ് ഇറ്റ് പറഞ്ഞു. They sometimes it's also called psychomotor status. Sometimes for hours to days, the patient is confused, withdrawn, retarded, continuous movements of the hands, lip smacking. ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ പിടിക്കും, അല്ല പിടിച്ചുകൊണ്ടിരിക്കും. പാരനോയിഡ് ഡെലൂഷൻസ്, ചിലപ്പോൾ വഴക്കുണ്ടാക്കും, ഒത്തിരി ഇത് കള്ളം വന്ന് എന്റെ പൈസ എല്ലായിടത്തും പോയി, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവുമായിട്ട് ബഹളം ഉണ്ടാക്കാം. കാരണം അവരെല്ലാം ഒരു ഡെലൂഷനാ, ഇങ്ങനെ സംഭവിച്ചു. ഇതെല്ലാം ബ്രെയിനിന്റെ, അവരുടെ കുഴപ്പമല്ല, അവരുടെ ബ്രെയിനിന്റെ ഈ അവസ്മാനം വരുന്നോണ്ടുള്ള ഒരു പ്രോബ്ലം കൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ സാധ്യത, സംശയിക്കാൻ സാധ്യതയൊക്കെ ഉള്ളത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. പിന്നെ പോസ്റ്റ് ഇക്ടൽ ഡിസോർഡേഴ്സ്, അവസ്മാരത്തിന്റെ ശേഷം ഈ കൺഫ്യൂഷൻ കുറെ മണിക്കൂറോളം ദിവസങ്ങളോളം നിൽക്കാം. ആൻഡ് ദേ ആർ വെരി കോംപ്ലെക്സ് മാനിഫെസ്റ്റേഷൻ, വെരി കൺഫ്യൂസ്, മൂവ്മെന്റ്സ് ഒക്കെ ക്ലംസി, ഒന്നിനും ഒരു ഉന്മേഷമില്ല, ഒന്നും സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമല്ല, ഒന്നിനും എങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കാണ്ട്, നല്ല ചുരുചുരുപ്പിരിക്കുന്ന സ്ത്രീകൾ സഡൻലി എല്ലാം കൺഫ്യൂസ്ഡ് ആവും. എന്തോ ഇനി അടുത്ത് ഞാൻ ഉപ്പിട്ടോ മഞ്ഞളിട്ടോ എല്ലാം ഒരു കൺഫ്യൂഷൻ മറന്നു പോകും. ആൻഡ് അവരുടെ ഉറക്കം ശരിയാകത്തില്ല, ഒന്നേ കൂടുതൽ ഉറങ്ങുക, അല്ലെങ്കിൽ ഉറങ്ങാനൊക്കത്തില്ല. തലവേദന, ഭയങ്കര തലവേദന കാണാൻ സാധ്യത, ശബ്ദമില്ലായിരിക്കും, അജിറ്റേഷൻ, ഇറിറ്റബിലിറ്റി എല്ലാം സാധ്യതയുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്.
ചിലപ്പം വെരി റെയർലി ഭയങ്കര അഗ്രസീവ് ആവാൻ സാധിക്കും. ഇതാ ഞാൻ പറഞ്ഞത്. ചില സ്റ്റോറീസും ഷെർലക് ഹോംസിന്റെ ഒക്കെ ഈ അവസ്മാരം വരുമ്പം കുത്തി കൊന്നിട്ടുണ്ട്. ആൻഡ് അവരുടെ ലോയർ പറഞ്ഞു, ഇല്ല, ഇത് ഈ പേഷ്യന്റ് ഒരു അവസ്മായ രോഗിയാ, അപ്പൊ അവരെ ജയിലിൽ വിടാനൊക്കത്തില്ല, അവര് അറിയാതെ ഇത് കുത്തി എന്നൊക്കെ പറയുന്നത്. ഇറ്റ് ഇസ് വെരി റെയർ. ആൻഡ് ഹാലുസിനേഷൻസ്, ഇത് ചിലപ്പം കരച്ചില്, ഡിപ്രഷൻ, അല്ലെങ്കിൽ അതൊക്കെ യൂഷ്വലി കാണുന്ന നെഗറ്റീവ് സിംറ്റംസ് യൂഷ്വലി കാണുന്ന അവസാനത്തിന് ശേഷം. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. Now I want to talk about the neuropsychiatric disorders of patients with epilepsy. Next slide please. So there are different types. Depression avam, personality disorder avam, obsessive compulsive disorder avam, schizophrenia like disorder avam, ഒത്തിരി ടൈപ്പ്, അഗ്രഷൻ, അതൊക്കെ ഞാൻ ഓരോന്നോരോന്ന് ടച്ച് ചെയ്യാം. സോ ഡിപ്രഷൻ ഇസ് ക്വൈറ്റ് കോമൺ ആൻഡ് ദ പ്രിവലൻസ് ഓഫ് ഡിപ്രഷൻ ഇൻ ഡിഫറെന്റ് സ്റ്റഡീസ് വെരി, ബട്ട് ദ റേഞ്ച് ഇസ് ചില സ്റ്റഡീസിൽ വെരി ലോ ആയിരിക്കും, ചിലപ്പോൾ 1%, 2% ആയിരിക്കും. ചില സ്റ്റഡീസ് 37, 38, 1/3 പേഷ്യൻസ് ഈ ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ട്. And those with complex partial seizures and poor seizure control are more likely to have mood disorders. അപ്പൊ ഈ അവസ്മാരം നല്ലോണം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ആൻഡ് കോംപ്ലക്സ് പാർഷ്യൽ എപ്പിലെപ്സി ടെമ്പറൽ ലോബിലും ഒക്കെ വരുമ്പോഴാണ് ഈ, കാരണം അവിടെ ഈ നമ്മുടെ ഇമോഷണൽ സെന്റർ ഉണ്ട്, അമിഗ്ഡല, ഹിപ്പോകാമ്പസ്, ലിംബിക് സിസ്റ്റം, ടെമ്പറൽ ലോബ്, ഫ്രോണ്ടൽ ലോബ്, എല്ലാ കണക്ഷൻസ്. അപ്പൊ ഈ ചില അവസ്മാരങ്ങളാ കൂടുതൽ ടെൻഡൻസി ഫോർ ഈ മൂഡ് ഡൗൺ ആവാനും. ഈ ഓർബിറ്റോഫ്രോണ്ടൽ, നമ്മുടെ ഈ ബ്രെയിൻ, ഫ്രണ്ട് ഓഫ് ദ ബ്രെയിൻ, ഫ്രോണ്ടൽ ലോബിന്റെ ഏറ്റവും അടിയിൽ ഓർബിറ്റോഫ്രോണ്ടൽ ലോബ്, ദാറ്റ് ഇസ് ഓൾസോ ആൻ ഇമോഷണൽ സെന്റർ ഫോർ ഫീലിങ്സ്, ഡിപ്രഷൻ, സന്തോഷം, അതെല്ലാം ഉണ്ട്. അതൊക്കെ നമുക്ക് അതിന്റെ ആ ഏരിയയിൽ നിന്നൊക്കെ അവസ്മാരം വന്നാൽ they can have mood disorders. They have greater, they have self-criticism, depression are more common in patients with epilepsy, especially more common in the left side. They have studies on left side epilepsy are more common with schizophrenia like forms, and the right side is more of mania type of disease, but not definitely. This has been noted. Okay, next slide please. The location of the seizure focus. Studies report a higher prevalence of mood disorder and temporal lobe epilepsy, supporting a specific role of temporal limbic disorder. So in mood, I told you, temporal lobe or connection fibers, limbic system, frontal lobe, വലിയൊരു സർക്യൂട്ടാ, അതിനെയൊക്കെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മൂഡ് ഡൗൺ ആവും, ടെമ്പറൽ ലോബ് അവസരത്തിൽ. Okay, next slide please. Bipolar mood disorder and epilepsy. So many episodes are described again in 1.5 to 4%, 4 or 5%. Mania is quite low in epilepsy. Only one kind of epilepsy called gelastic seizure, called laughing. അവർക്ക് അവസാനം വരുമ്പോൾ ഭയങ്കരമായിട്ട് ചിരിച്ചോണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും പരിഹസിക്കുകയാണെന്ന്. അവർക്ക് കൺട്രോൾ ചെയ്യാനൊക്കത്തില്ല ചിരി. So this is called gelastic epilepsy. So mania is ഭയങ്കര ഹൈ ഫീലിംഗ്. മേനിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂഫോറിക്. ഞാൻ വലിയ രാജാവാ, ഞാൻ ഇത് ചെയ്യും, ഞാൻ അത് ചെയ്യും, ഞാൻ ഒത്തിരി ഞാൻ ഇത് ചെയ്യും, ഒത്തിരി അങ്ങ് ജോലി ചെയ്യാം. അവർ ഉറക്കം വരത്തില്ല. അവര് 24 മണിക്കൂർ 22 മണിക്കൂർ ജോലി ചെയ്ത് ഭയങ്കര മേനിക് ഹൈ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതൊക്കെ റെയറാ. Then it is seen in the orbitofrontal and basic temporal lobes. ചില ഏരിയസിനാ ഇത് വരുന്നത്. പിന്നെ അവസ്മാരത്തിന്റെ സർജറി, ടെമ്പറൽ ലോബ് എപ്പിലെപ്സി സർജറി ചെയ്തതിന് ശേഷം ഇത് കണ്ടിട്ടുണ്ട്. ഈ ഒരു മൈൽഡ് അബ്നോർമാലിറ്റി, ഈ മേനിയ, ഹൈപ്പോമേനിയ ഒക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. So the treatment of bipolar mood disorder is by giving antipsychotics which possess pro-convulsive effect. ഞാൻ പറഞ്ഞ പോലെ ഈ രണ്ടും ഇന്റർറിലേറ്റഡ് ആണ്. അവസ്മാരത്തിന്റെ മരുന്ന് ഒത്തിരി സൈക്യാട്രിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് ആസ് മൂഡ് സ്റ്റെബിലൈസേഴ്സ്. കാരണം ആ സൈക്കോപത്തോളജി വളരെ സിമിലർ ആയിരിക്കും. അതുകൊണ്ട് രണ്ട് രോഗത്തിനും ബെനിഫിറ്റ് ആവുന്നുണ്ട്. സോ ഇപ്പം കാമസപ്പിൻ, വലിയ വിലയില്ലാത്ത ടെഗ്രിറ്റോൾ, പിന്നെ സോഡിയം വാൽപ്രേറ്റ്, ഇത് അവസ്മാരത്തിനും ബെനിഫിറ്റാ, ഇതിന്റെ മൂഡും സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ബെനിഫിറ്റ്. അപ്പം ഒത്തിരി സൈക്യാട്രിസ്റ്റ് അവസ്മാരത്തിന്റെ മരുന്ന് ഒത്തിരി ബെനിഫിറ്റ്, ഒത്തിരി ലേറ്റസ്റ്റ്
with the dopramate, very good lamotrigine, vigabatrin, all are good mood stabilizers and used for psychiatric illness, psychosis, because ഇതെല്ലാം ഫൈനലി നമ്മുടെ ന്യൂറോ കെമിക്കൽസ് സ്റ്റെബിലൈസ് ആവാൻ വേണ്ടിയാ. അപ്പൊ ഈ അവസാനത്തിന്റെ മരുന്ന് ആ ന്യൂറോ കെമിക്കൽസിന്റെ അഫക്ട് ചെയ്യുന്നത്. അവർ അതിന്റെ ഞാൻ പറഞ്ഞില്ലേ എക്സ്ട്രാ ന്യൂറോൺ ഫയറിങ് ഇങ്ങനെ ഒന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടി, കാം ചെയ്യാൻ വേണ്ടിയാ നമ്മൾ ഈ സപ്രസ് മെഡിസിൻ GABAergic gamma aminobutyric acid, which is a depressant of the brain, neuronal activity of using it. The lithium therapeutic levels have a low pro-cancer. അപ്പൊ നമ്മൾ ഏത് സൈക്യാട്രിക് മരുന്നാ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ ഒരു പേഷ്യന്റ് ലിത്യം വളരെ കോമൺ ആയിട്ട് സൈക്യാട്രിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഈ മരുന്ന്, ഇത് സൈക്യാട്രിക് കാര്യത്തിന്. പക്ഷെ ഇപ്പൊ ഒരു പേഷ്യന്റ് അപസ്മാരം, പണ്ട് അപസ്മാരം ഒന്നും ഇല്ലാത്ത ഒരു പേഷ്യന്റ് അപസ്മാരം വന്നാൽ ചിലപ്പോൾ ലിത്യത്തിന്റെ ആവാം സാധ്യത നമ്മൾ മനസ്സിൽ വെച്ചിട്ട് ഈ മരുന്നൊന്ന് മാറ്റി കൊടുത്താൽ ചിലപ്പം ഇത് അപസ്മാരം കുറയാൻ സാധ്യതയുണ്ട്. കാരണം അപസ്മാരം എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു രോഗം അല്ലെങ്കിലും ഭയങ്കര ഒരു ഭയപ്പെടുത്തുന്ന ഒരു രോഗം. ഇത് മരണം വരെ സംഭവിക്കാൻ പോവോന്ന് നമ്മൾ പേടിച്ചു പോകും. ഒത്തിരി പേഷ്യൻസ് ഞങ്ങളോട് ഹിസ്റ്ററി പറയാറുണ്ട്. എസ്പെഷ്യലി കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് വരുന്ന, പിന്നെ യങ്സ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ അങ്ങനെ റെയർലി സഡൻ ഡെത്ത് ഇൻ എപ്പിലെപ്സി, sudden unexplained death in epilepsy also is noted, mainly because ഈ എയർ ഒക്കെ ആസ്പിറേറ്റ് ചെയ്ത് ഈ ലങ്സിനെ കൺസ്ട്രക്ട് ചെയ്യുക, പിന്നെ ഹാർട്ട് റേറ്റ് ഒക്കെ ഇറഗുലർ ആയി അരിത്മിയ വന്നിട്ട് പെട്ടെന്ന് മരണം വരെ സംഭവിക്കുന്നു. പേടിപ്പിക്കാനല്ല, പക്ഷെ ഇറ്റ്സ് വെരി വെരി റെയർ. പക്ഷെ ഈ അപസ്മാരമായി നമ്മൾ എത്രയോ പെട്ടെന്ന് നമുക്ക് ഇത് മാറ്റി കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഡോക്ടർമാർ ഈ മരുന്ന് കൊടുത്തതിന് ശേഷം ഈ അപസ്മാരം വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് അത് മാറ്റി കൊടുക്കണം. The toxic levels of lithium cause neuronal hyperexcitability and thus are pro-convulsant. അതുകൊണ്ടാണ് നമ്മൾ ഈ ലിത്യം അല്ലാത്ത വേറെ മരുന്നുകൾ യൂസ് ചെയ്യാം. Then the use of anticonvulsant like carbamazepine, valproic acid are an effective treatment of bipolar mood disorders and epilepsy. അപ്പൊ ഇതൊരു പണ്ട് ഒരു 100 വർഷമെങ്കിലും ആയി ഈ കാർബമസെപ്പീനും സോഡിയം വാൽപ്രോയിക്. അത് വലിയ സൈഡ് എഫക്ട്സ് ഇല്ല, വലിയ വിലയില്ലാത്ത മരുന്ന്. 1 ഗുളികയ്ക്ക് 1 രൂപയൊക്കെ ഉള്ളൂ. അത് ഗവൺമെന്റ് വഴി ഇനിയും കുറച്ചിട്ടുണ്ട്. പക്ഷെ ലേറ്റസ്റ്റ് മരുന്ന് ഇലവസെട്രസാൻ, ടിയാഗാബേൻ, അങ്ങനെ വലിയ വലിയ മരുന്നുകളൊക്കെ വലിയ കോസ്റ്റ്ലി ആയി. പുതിയ മരുന്ന് അതിന്റെ ആവശ്യമൊന്നുമില്ല. ചെറിയ മരുന്നും കൊണ്ട് നമുക്ക് അപസ്മാരവും കുറയും, ആൻഡ് ഇത് നല്ല വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല. നമുക്കത് കൺട്രോൾ ചെയ്യാനൊക്കെ സൈഡ് എഫക്ട്സാ. നമ്മൾ കുറച്ചുകൂടെ ഇത് 100 വർഷം പഴക്കം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതൊരു ഓൾഡ് ടൈമർ ഇൻ ദ മാർക്കറ്റ്. അപ്പൊ നമുക്കറിയാം അവരുടെ ബിഹേവിയർ, നമുക്കറിയാം. ഈ പുതിയ മരുന്നുകളൊക്കെ കൊടുക്കാതെ ഐ ബിലീവ് ഇൻ ഗിവിങ് ദ ടൈം ടെസ്റ്റഡ് മെഡിസിൻ. ഇത് സേഫ് അല്ലെങ്കിൽ സേഫ് അല്ല, ഇതിന്റെ സൈഡ് എഫക്ട് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ സൈഡ് എഫക്ട്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, അതൊക്കെ ചെയ്ത കോസ്റ്റ് മെയിൻലി. കാരണം ഈ അപസ്മാരത്തിന്റെ മരുന്നും ഈ സൈക്യാട്രിക് മരുന്നുകളൊക്കെ വർഷങ്ങളോളം കഴിക്കേണ്ടിയതാണ്. അപ്പൊ ഇത് അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരാം. സോ അത് നമ്മൾ ഡോക്ടർമാർ കൂടുതൽ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി ഏറ്റവും മിനിമം വിലയുള്ള മരുന്ന്, ഏറ്റവും ലീസ്റ്റ് മരുന്നുകൾ കൊടുത്ത് ഏറ്റവും മാക്സിമം ബെനിഫിറ്റ് നമുക്ക് കൊണ്ടുവരണം ഈ പേഷ്യൻസിന്. അതാണ് നമ്മുടെ സക്സസ്, നമ്മുടെ വിജയം. അല്ലാതെ ഏറ്റവും വലിയ കൂടിയ മരുന്ന് 3-4 മരുന്നുകൾ, അപ്പൊ അതിന്റെ കോസ്റ്റ് ഒക്കെ ഭയങ്കരമായിരിക്കും. അപ്പൊ ഒരു 10 വർഷം കഴിക്കണമെന്ന് പറഞ്ഞാൽ അവരങ്ങ് സാമ്പത്തികമായിട്ടങ്ങ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോകും. അപ്പോൾ നമ്മൾ നോക്കണം, ഇഫ് വി ക്യാൻ ടൈട്രേറ്റ് ആൻഡ് മേക്ക് ദ മിനിമം മെഡിക്കേഷൻ ടു ബി ഗിവൻ. ഞങ്ങളെ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു എലിയെ കൊല്ലണമെങ്കിൽ നമുക്ക് ആറ്റം ബോംബിന്റെ ആവശ്യമില്ല. നമുക്ക് എലി ഭക്ഷണത്തിന് അതിന്റെ ഇത് കൊടുത്താൽ, ചെറിയൊരു പോയിസൺ കൊടുത്താൽ മതി. അതുപോലെ നമ്മൾ മരുന്ന്, അതുപോലെ നമുക്ക് ടൈലർ മെയ്ഡായിട്ട് ഏറ്റവും മിനിമം മരുന്ന്, മിനിമം സൈഡ് എഫക്ട്, അത് പേഷ്യൻസിനോട് പറഞ്ഞ് വിശ്വസിച്ച് കൊടുത്താൽ പേഷ്യൻസിന് വളരെ ഉപകാരമായിരിക്കും. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ആങ്സൈറ്റി ഡിസോർഡർ ആൻഡ് എപ്പിലെപ്സി. ഈ ആങ്സൈറ്റി ഡിസോർഡർ വളരെ കോമൺ ആണ് ഇൻ ദ മോഡേൺ ഈറ. ഇപ്പൊ ഈ കൊറോണയും പാൻഡമിക്കും എല്ലാം കൂടെ വന്നപ്പം ഈ ലൈഫ് സ്റ്റൈലും എല്ലാം കൊണ്ട് നമുക്ക് കൂടുതൽ ആങ്സൈറ്റി ഡിസീസസ്
റൈസ് ചെയ്യുക. ഒരു കാരണമില്ലാതെ എല്ലാവർക്കും സ്ട്രെസ് സ്ട്രെസ് സ്ട്രെസ്. ഇപ്പം ഡോക്ടർമാർ, കാർഡിയോളജിസ്റ്റ് പറയുന്നത് പെട്ടെന്ന് മരണം സംഭവിക്കുന്നുണ്ട് കൊറോണ പേഷ്യൻസ്, ബൈസ്റ്റാൻഡേഴ്സ്. അപ്പം കണ്ടുപിടിച്ചപ്പോ അവർ പറഞ്ഞു ഇല്ല, ഹാർട്ടിന്റെ രക്തക്കുഴലിന്റെ പ്രശ്നമൊന്നുമല്ല, അവർക്ക് ബ്ലോക്ക് ഇല്ല, അത്രയും കൊളസ്ട്രോൾ എല്ലാം നോർമല്ല, ആൻജിയോഗ്രാമിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ സ്ട്രെസ് കാർഡിയോമയോപ്പത്തി എന്ന് പറയുന്നത്, അപ്പൊ ഹാർട്ട് ഫെയിലിയർ വരുന്നുണ്ട്. എത്രയും സ്ട്രെസ് അവരുടെ ബൈസ്റ്റാൻഡർ കൊറോണ പിടിച്ച അവർക്ക് വിചാരിച്ചു ദൈവമേ ഇത് മരണം സംഭവിക്കും, മറ്റേതാ മറിച്ചതൊക്കെ പേടിച്ച് ഈ ബൈസ്റ്റാൻഡേഴ്സിനും ആ പേഷ്യൻസിനും സ്ട്രെസ് കാർഡിയോമയോപ്പത്തി കൊണ്ട് മരണം വരെ സംഭവിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സ്ട്രെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആങ്സൈറ്റി വളരെ കോമൺ ആണ്. അപ്പൊ ഇത് ജനറലൈസ് ആങ്സൈറ്റി, ഫോബിക് ആൻഡ് പാനിക് ഡിസോർഡർ ഇസ് വെരി കോമൺ. അപ്പൊ ഈ അപസ്മാരമുള്ള പേഷ്യൻസിന് പ്രത്യേകം അവരുടെ ബ്രെയിൻ ഒരുവിധം കുറച്ചൊക്കെ ഒരു മൈൽഡ് ഡിഫക്റ്റ് ആയിട്ട് ഞാൻ പറയത്തില്ല, പക്ഷെ ഒരു ചെറിയ ഒരു ന്യൂറോണൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസ് ഒക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ആങ്സൈറ്റി ആവും. അപ്പൊ നമുക്ക് മൈൻഡ് കൺട്രോൾ, അതുകൊണ്ട് മൻഹാറ്റിൽ ഡെഫിനറ്റ്ലി നല്ല സൈക്കോളജിസ്റ്റ് ആൻഡ് കൗൺസിലേഴ്സ് ഉണ്ട് who will help us to control our mind without medicines. മെഡിസിൻസ് ഇല്ലാതെ നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആയിട്ട് ഇതൊന്നും സാരമില്ല, ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ നോക്കും, ഇതിന്റെ മരുന്നിന്റെ ആവശ്യമില്ല. അഥവാ മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ ഒരു മാക്സിമം 1 or 2 weeks കൊടുത്തിട്ട് ജസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഇഗ്നിഷൻ, കാറിന്റെ എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ വണ്ടി ഓടിക്കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് സ്ലോലി ഈ മരുന്നുകൾ, ഈ സ്ട്രെസ്സും ആങ്സൈറ്റിക്കും ഒക്കെ മരുന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, സോ ബിക്കോസ് ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് പറയുന്നത്, നമ്മളെ ഡോക്ടർമാർ കൂടുതൽ ഒരു രോഗിയാക്കില്ല. ഓരോ ഡയഗ്നോസിസ് വെച്ച് തലയിൽ വെച്ച് കൊടുക്കുന്നു, നിങ്ങൾക്ക് ഈ രോഗമുണ്ട്, ആ രോഗമുണ്ട്, ഇത് അവരങ്ങ് രോഗിയായിപ്പോവും, രോഗി അല്ലേലും രോഗിയായിപ്പോവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും കഴിയുന്നത് ഒരു ഡയഗ്നോസിസ് കൊടുക്കാതിരിക്കുന്നത് നല്ലത്. നമ്മൾ വലിയ മിടുക്ക് കാണിച്ചിട്ട് കാര്യമില്ല, പക്ഷെ രോഗി നന്നാണ്. കാരണം അവരുടെ ബ്രെയിനിൽ നിന്ന് നല്ല കെമിക്കൽസ് ഉൾപ്പെടുന്നുണ്ട്. ഈ കെമിക്കൽസ് ഒക്കെ, ഈ മെഡിസിൻസ് നമ്മൾ ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിൽ അവരുടെ ബ്രെയിനിൽ തന്നെ ഉണ്ട് ഒരു ഫാർമസി. ഹൈപ്പോതാലമസ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ മാസ്റ്റർ ഹോർമോൺസിന്റെ മാസ്റ്റർ സെന്റർ ഉണ്ട്, എൻഡോക്രൈനൽ സെന്റർ ഹൈപ്പോതാലമസ്. അതിൽ നിന്നാണ് ഈ കെമിക്കൽസ് ഉൽപ്പാദനം. അപ്പൊ ഈ ആങ്സൈറ്റി, ഫിയർ, സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ബാഡ് കെമിക്കൽസ്, കോർട്ടിസോൾ, അഡ്രീനലിൻ, നോറഡ്രീനലിൻ, ഗ്ലൂട്ടമേറ്റ്, ഇതെല്ലാം ഈ റിലീസ് ആയിട്ട് നമ്മുടെ ബ്ലഡ് സ്ട്രീം വഴി നമ്മുടെ ഹാർട്ട് റേറ്റ് ബീറ്റ് ചെയ്യും, നമ്മുടെ സ്വെറ്റ് ചെയ്യും, നമ്മുടെ ആങ്സൈറ്റി, ചഞ്ചലം, നമ്മുടെ ഓർഗൻസ് എല്ലാം നമുക്ക് ഉറക്കം കിട്ടില്ല, ഒന്നും കിട്ടില്ല. അപ്പൊ നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്താൽ നല്ല ചിന്തകൾ വന്ന് നമ്മൾ നല്ല കാം ആവുമ്പോൾ നല്ല ഹോർമോൺസ് റിലീസ് ആവും. അപ്പൊ ഒരു കാം തിങ്കിങ്, ഫിയർ അല്ലാത്ത, സ്ട്രെസ് അല്ലാത്ത ചിന്തയും കൊണ്ട് നമ്മൾ മൈൻഡ് കൺട്രോൾ ചെയ്ത് വന്നാല്, നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്താൽ നമുക്ക് നല്ല ഹോർമോൺസ്, they say that DOSC, that is dopamine, oxytocin, serotonin, endorphin, അങ്ങനെ DOSC ഹോർമോൺസ് are very good. That is happiness. serotonin നല്ല ഹാപ്പി, മൈൻഡ് നല്ല ഹാപ്പി ആക്കും. എൻഡോർഫിൻസ് നല്ല പെയിൻ ഒക്കെ റിലീഫ് ആവും. പിന്നെ അപ്പം ഓപ്പിയോയിഡ്സ്, ഇതെല്ലാം ഈ ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കാതെ നമ്മുടെ ബ്രെയിനിൽ തന്നെ ഉണ്ടാവും. പിന്നെ മെലറ്റോണിൻ, ഓക്സിറ്റോസിൻ, ഓൾ ദീസ് നല്ല കെമിക്കൽസ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ ബിൽഡപ്പ് ചെയ്യും. അപ്പൊ ഇന്നത്തെ കൊറോണ ടൈമിൽ ഈ സ്ട്രെസ്, നമ്മളെ ഈ ബാഡ് കെമിക്കൽസ് നമ്മൾ പേടിച്ച് ഒത്തിരി വാട്സാപ്പ് മെസ്സേജസ്, ഒത്തിരി ഇല്ലാത്തതും ഉണ്ടെന്ന കാര്യങ്ങളെല്ലാം ഇല്ലാത്ത ഇല്ലോജിക്കൽ ഫിയർ മെസ്സേജസ് ആണ് ഇപ്പൊ സ്പ്രെഡ് ചെയ്യുന്നത് ഞാൻ കാണുന്നത്. അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെക്ക് ചെയ്തിട്ട് ഈ വാട്സാപ്പ് നമ്മൾ വിശ്വസിക്കാതെ ഇത് ചെക്ക് ചെയ്തിട്ട് ഇത് ശരിയാണെന്ന് പറയുന്ന അല്ലയോ, ഇത് നമ്മുടെ തലയിൽ നമ്മുടെ മനസ്സിൽ കയറ്റി വെക്കേണ്ടത്. കാരണം നമ്മളെ ഡിസ്ട്രോയ് ചെയ്യുക, നമ്മൾ സൂസൈഡ് ചെയ്യുക, ഓട്ടോലൈസിസ്, നമ്മൾ തന്നെ ഈ ബാഡ് കെമിക്കൽസ് എടുത്ത് റിലീസ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഇല്ലാതെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കും, നമ്മൾക്ക് പെട്ടെന്ന് രോഗിയാവും. കാരണം എല്ലാം അടിസ്ഥാനം ഈ ന്യൂറോ കെമിക്കൽസ് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ മൈൻഡ്, നമ്മുടെ ചിന്തയിൽ ഇരിക്കും. നമ്മുടെ ഹെൽത്ത് ഫസ്റ്റ്, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സ് ശ്രദ്ധിക്കാം. നമ്മൾ മനസ്സ് പോയി ചെക്ക് ചെയ്യാം. എന്തെങ്കിലും ബാഡ് ചിന്തയുണ്ടോ, എന്തെങ്കിലും വിദ്വേഷമുണ്ടോ, വൈരാഗ്യമുണ്ടോ,
പേടിയുണ്ടോ, ഭയമുണ്ടോ, അതെല്ലാം നോക്കിയിട്ട് നമുക്ക് അത് കറക്റ്റ് ചെയ്തിട്ട് അതൊരു ഹാബിറ്റായിട്ട് ഒരു 3 ആഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ട്രെയിൻ ചെയ്താൽ, നമ്മുടെ ബ്രെയിൻ ട്രെയിൻ ചെയ്താൽ നമ്മുടെ പുതിയ ഞരമ്പുകൾ സർക്യൂട്ട് ഉണ്ടാവും. ഒരു 3 വീക്സ് നമ്മുടെ ബോഡിയിൽ ഇപ്പൊ ഒരു കണ്ടിച്ചാൽ മുറിഞ്ഞാല് നമുക്ക് ഒരു 3 ആഴ്ചയും കൊണ്ട് നമുക്ക് കുറെ ഈ കൊളാജിൻ, ഫൈബ്രോബ്ലാസ്റ്റ്, മൈക്രോഫിസ് എല്ലാം ഒരു സംഭവമൊക്കെ ഉണ്ട്. അത് വന്നിട്ട് തന്നെ ആ മുറിവ് കരിഞ്ഞ് വരും. അതുപോലെ ഒരു ഫ്രാക്ചർ എടുത്താൽ ഒരു 3 to 4 വീക്സ് ശരിയാവും. ഒരു ബോഡി ഒരു ഹീലിംഗ് ടൈം ഒരു 3 to 4 വീക്സ്. അതുപോലെ നമ്മുടെ ബ്രെയിനിൽ ഒരു സർക്യൂട്ട് ഉണ്ടാകുന്നത്. ഒരു സർക്യൂട്ട് എങ്ങനെയാ ഉണ്ടാവുന്നത്? അത് ഒരു നല്ലൊരു ശീലം, പിന്നെയും ഒരു ചിന്തിച്ച് പിന്നെയും ശീലിച്ച് ഒരു 3 ആഴ്ച 4 ആഴ്ച അതേ റിപ്പീറ്റ് ചെയ്ത് പുതിയ ന്യൂറോ കെമിക്കൽസ്, ന്യൂറോണൽ നെറ്റ്വർക്കിംഗ് ഒക്കെ വന്ന് പുതിയ ഒരു ബ്രെയിൻ തന്നെ ഉണ്ടാവും, പുതിയ കെമിക്കൽസ് തന്നെ റിലീസ് ചെയ്യും. അപ്പൊ നല്ല ചിന്തകൾ വരുമ്പോൾ നല്ല സർക്യൂട്ട് ഉണ്ടായിട്ട് നമുക്കൊരു ഹാബിറ്റ് ആവും. നമ്മുടെ ഒരു ഹാബിറ്റ് ആവുന്ന അതല്ലേ ശീലം വരുന്നത്. ശീലം വരുന്നത് നമ്മൾ റെപ്പറ്റീഷനിലാണ് ശീലം വരുന്നത്. അതുപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു സർക്യൂട്ട് ഉണ്ടായിട്ട് നല്ല കെമിക്കൽസ് ഉണ്ടായിട്ട് നമ്മൾ ഫുൾ ബോഡി ഹീൽ ചെയ്യും. നമുക്ക് മരുന്നിന്റെ ആവശ്യമില്ല. നമ്മുടെ ദൈവം നമുക്ക് എല്ലാവർക്കും ഒരു ഫുൾ ഫാർമസി നമ്മുടെ ബ്രെയിനിലാണ് കിട്ടുന്നത്. നമുക്ക് ഈ മരുന്നുകളെല്ലാം നമ്മുടെ ബ്രെയിനിലുണ്ട്. അപ്പൊ ചെറിയൊരു രീതിയിൽ ഈ സൈക്യാട്രിസ്റ്റും ന്യൂറോളജിസ്റ്റ് എല്ലാം തരുന്ന ചെറിയ രീതിയിൽ മരുന്ന് എടുക്കുക, ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് പിന്നെ നമ്മൾ തന്നെ നമ്മുടെ മൈൻഡ് പവർ, ദൈവത്തിന്റെ ശക്തി നമ്മൾ ഉപയോഗിച്ചാൽ നമ്മൾ ഒത്തിരി മാത്രം നമുക്ക് ആൻസൈറ്റി, സ്ട്രെസ്സും എല്ലാം മാറും. രോഗം ചികിത്സിക്കണമെന്ന് ഞാൻ പറയുന്നു, പക്ഷെ അടിസ്ഥാനം നമ്മൾ എപ്പോഴും ചികിത്സിച്ച ഈവൻ ക്യാൻസർ ഇന്ന് വർഷങ്ങളോളം നമ്മുടെ ബാഡ് ചിന്തകളും നമ്മുടെ നെഗറ്റീവ് എനർജി ചിന്തയും കെമിക്കൽസും കൊണ്ട് നമുക്ക് ഈ ഓരോ സെല്ലിന്റെ ഇത് മാറ്റം വരുന്നത് തന്നെ അത് സ്റ്റഡീസ് ഗവേഷണം കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. സോ ഇക്ടൽ ആങ്സൈറ്റി ഓർ ഫിയർ. അപ്പൊ അപസ്മാരം വരുമ്പം നമുക്ക് ഫിയർ വരാം. ഞാൻ പറഞ്ഞില്ലേ, അമിഗ്ഡല എന്ന് പറഞ്ഞ ഒരു ഫിയറിന്റെ ഒരു സെന്റർ ഉണ്ട് ബ്രെയിനില്, ടെമ്പറൽ ലോബിന്റെ ഇൻസൈഡില്. അതിൽ ഇങ്ങനെ വന്നാലും നമുക്ക് ഫിയർ വരാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് മാറും. പക്ഷെ ഈ പേഷ്യൻസിന് ഇത് ഫിയർ വരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് അതൊന്നും എപ്പോഴാണ് വരുന്നതെന്നൊന്നും പറയാനൊക്കത്തില്ല. ആ ഫിയർ വന്നാൽ ഓടിപ്പോയി ആൾക്കാരെ പോയി പിടിച്ചിട്ട് അത് കഴിയുമ്പോൾ അവർ നോർമലാവും. അവർക്ക് അറിയത്ത് പോലും ഇല്ലാതെ അവർക്ക് പാനിക്ക് വന്നെന്ന്. Okay, then the treatment of anxiety in epilepsy consists of relaxation techniques, counseling, behavior therapy, and മനസ്സ് സ്ട്രോങ് ആക്കാനും ഒത്തിരി മരുന്നിനെ കാട്ടിലും ഉപരി വെരി മൈൽഡ് ആങ്സിയോലൈറ്റിക് മരുന്നൊക്കെ ചെറിയൊരു ഡോസിലൊക്കെ സ്മോൾ ഡോസ് കൊടുത്തിട്ട് ദിസ് ക്യാൻ ബി കൺട്രോൾഡ്. നമ്മുടെ ചിന്തയും പ്രാർത്ഥനയും നല്ല ശീലങ്ങളും നല്ല ഇതുകൊണ്ട് ഒത്തിരി മാത്രം ഈ ആങ്സൈറ്റി, പാനിക് ഡിസോർഡർ ഒക്കെ മാറ്റാം. Next, OCD and epilepsy. Then next slide, please. Next slide, please. Next slide. Next slide, please. OCD and epilepsy. Abnormal EEG in record in some patients with OCD consists of temporal sharp wave activity. So EEG changes കാണുന്നുണ്ട്. And obsessive compulsive disorder. This is very rare. അപ്പൊ ഈ പേഷ്യന്റ് ഇങ്ങനെ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇപ്പൊ കഥ പൂട്ടിയോ, പിന്നെയും പോയി നോക്കുക, പിന്നെയും പൂട്ടിയോ, പിന്നെയും പോയി നോക്കിയോ, എണീച്ച് പോയി നോക്കുക, പിന്നെയും പൂട്ടിയോ. ഇറ്റ്സ് വെരി റെയർ ഇൻ എപ്പിലെപ്സി, പക്ഷെ വരാൻ സാധ്യതയുണ്ട്. ഹയർ ഒബ്സഷനാലിറ്റി കോസ് അസോസിയേറ്റഡ് വിത്ത് ഹൈപ്പർ പ്രൊഫ്യൂഷൻ വിപ്സിലേറ്റഡ് ടെമ്പറൽ താലമിക് ലോബ്. അപ്പൊ ചില ഏരിയസിൽ ഇങ്ങനെ കൂടുതൽ ന്യൂറോൺ ഫയറിംഗ് വന്നാൽ ഇങ്ങനെ ഈ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ വരാം. Next slide, please. So the treatment again, ഞാൻ പറഞ്ഞ പോലെ സെറട്ടോണിൻ drugs, pain, behavioral therapy, psychotherapy നല്ല effective ആയിട്ട് വരാം. Next slide, please. So psychosis and epilepsy. So a range of self-limiting episodes can happen, and there is show there's a prevalence of 2 to 7 percent of epilepsy patients have psychosis. Psychosis ഞാൻ ഓൾറെഡി ഒത്തിരി മാത്രം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും psychosis in which confusion, impairment of consciousness, outstanding features will affect schizophrenia like elements are absent. For example, ഇങ്ങനെ schizophrenia എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറച്ചുകൂടെ ഒരു സീരിയസ് സൈക്യാട്രിക് ഇൽനെസ്. ആൾക്കാർ എന്നെ
ഇത് തോട്ട് ഇൻസേർഷൻ, എൻ്റെ മനസ്സിൽ ഐസിസ് ഒന്ന് എന്നെ ഏതാണ്ടൊക്കെ പറഞ്ഞ് എന്നെ തോട്ടിനകത്തോട്ട് കയറ്റുന്നു. അതായത് എൻ്റെ ചെവിയിൽ ആരാണ്ടൊക്കെ സംസാരിക്കുക, അവർ രണ്ടുപേരും സംസാരിക്കുന്നു, അവർ തമ്മിൽ സംസാരിക്കുക, എന്നെ പറ്റിയാ പറയുന്നത്. അങ്ങനെയൊക്കെ ഈ ഓഡിറ്ററി ഹാലുസിനേഷൻസ് വിഷ്വലൈസ് കുറച്ചുകൂടെ സീരിയസ് ആ. ദാറ്റ് ഹാസ് ടു ബി ട്രീറ്റഡ് വിത്ത് സൈക്യാട്രിസ്റ്റ്. അവർക്ക് കുറച്ച് ലോങ് ടേം ട്രീറ്റ്മെന്റ് വേണ്ടി വരും. എപ്പിലെപ്സിയിൽ ഇത് വരുന്ന അപൂർവം. നെക്സ്റ്റ് കുറച്ചുള്ളൂ. So I won't go through this. Most of it I have said, because it's duration, just a duration in a peti parayda. It lasts for a few days to a few hours to few days. Unlike in psychiatric yoga, anegi മാസങ്ങളോളം വർഷങ്ങളോളം ഇങ്ങനെ നിൽക്കും. പക്ഷെ ഇത് അപസ്മാരത്തിന്റെ ആണെങ്കിൽ ഈ സൈക്കോസിസ്, അപസ്മാരത്തിന്റെ ശേഷമുള്ള സൈക്കോസിസ് കുറച്ച് നാളത്തേക്ക് കാണും. പിന്നെ EG ആ സമയത്ത് എടുക്കുമ്പോൾ അവർ നോർമൽ ആവുന്നില്ല. അപ്പൊ ആ സമയത്ത് ഒന്ന് റിപ്പീറ്റ് EG ഒന്ന് എടുക്കുമ്പോൾ യു ക്യാൻ ഫൈൻഡ് എപ്പിലെപ്റ്റിഫോം സ്പൈക്സ്. ആയിട്ട് വലിയ പേജിൽ അബ്നോമാലിറ്റി ഇല്ല, ഷോക്കേസിന്റെ അവിടെ ഇവിടെയൊക്കെ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ അപസ്മാരത്തിന്റെ മരുന്നൊന്ന് കുറച്ചുകൂടെ ഒന്ന് കൂട്ടുക. അപ്പൊ ഇത് രണ്ട് രോഗത്തിനും ബെനിഫിറ്റ് ചെയ്യും. കുറെ നാൾ അവരോടൊന്ന് കൗൺസിൽ ചെയ്തിട്ട് ഇറ്റ് ഇസ് ഓക്കെ, ഇത് കുറയും, ഡെഫിനറ്റ്ലി മാറും എന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. പോസ്റ്റ് ഇക്ടൽ സൈക്കോസിസ് അഗൈൻ ഏത് രോഗികൾക്കാണ് കൂടുതൽ ഈ രോഗം സൈക്കോസിസ് വരുന്നത്? യൂഷ്വലി ബ്രെയിനിന്റെ രണ്ട് സൈഡ് ഡാമേജ് ഉള്ളവര്, അല്ലെങ്കിൽ ഇൻട്രാക്റ്റബിൾ എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഫ്രീക്വന്റ് ആയിട്ട് അവസാനം വന്നുകൊണ്ട് മോർ ദാൻ ഒരു ദിവസം തന്നെ 10-20 പ്രാവശ്യം അവസാനം വരിക, അല്ലെങ്കിൽ എത്ര മരുന്ന് കഴിച്ചിട്ട് 2-3 മരുന്ന് കഴിച്ചിട്ട് അവസാനം വരുന്നില്ല, അവർക്കൊക്കെ ഈ സൈക്കോസിസ് നോ ചാൻസ്. ദെൻ പണ്ട് പ്രീ എക്സിസ്റ്റിംഗ് സൈക്യാട്രിക് ഡിസോർഡർ ഉള്ളവർക്ക് വരുന്നത് വരാം. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഓഫ് സൈക്കോട്ടിക് ഡിസോർഡർ ഉള്ളവർക്കും വരാം. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അപ്പം so the clinical features and phenomenology of post-ictal psychosis. So the abnormality of the mode predominate rather than delusions of reference and persecution, as in schizophrenia. Schizophrenia എപ്പോഴും delusionsum പിന്നെ എന്നെ പറ്റി പറയാനോ എപ്പോഴും ഒരു പാരനോയ ആയിരിക്കും. അതൊന്നും ഇതിനകത്തില്ല in epilepsy ഉള്ളത്. The diagnostic criteria is the episodes of psychosis usually within 1 week after a seizure. ഒരാഴ്ചനാവും ഈ സൈക്കോസിസ് വരും. Then the psychosis can be more than 15 hours, but definitely less than 3 months. They can be delusions, hallucinations, and a clear consciousness, bizarre, disorganized behavior, or affective changes. So, more down. And there is also psychosis നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് പോസ്റ്റ് ഇക്ടൽ സൈക്കോസിസ്, ദാറ്റ് ഈസ് അപസ്മാരത്തിന്റെ ശേഷമുള്ള സൈക്കോസിസ് ഡയഗ്നോസ് ചെയ്യുവാണെങ്കിൽ വി മസ്റ്റ് എക്സ്ക്ലൂഡ് ഈ പേഷ്യന്റ് അപസ്മാരത്തിന്റെ മരുന്നുകൾ വേറെ മരുന്നിന്റെ സൈഡ് എഫക്റ്റും കൊണ്ടല്ല ഇങ്ങനെ പെരുമാറുന്നത്. പിന്നെ തലയ്ക്ക് ഹെഡ് ഇഞ്ചറിയും കൊണ്ടല്ല ഇത് വരുന്നത്, മദ്യത്തിന്റെ അല്ല, കഞ്ചാവും ലഹരിയും ഒന്നും അല്ല, പിന്നെ പണ്ട് ഒരു സൈക്യാട്രിക് ഇൽനെസ്സും കൊണ്ടല്ല ഇത് വരുന്നത്. നമ്മൾ ഇതെല്ലാം എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് അപസ്മാരം പോസ്റ്റ് ഇക്ടൽ സൈക്കോസിസ് ആണ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. Sometimes they can be very aggressive, hallucinatory experience. Okay, next slide, please. Then chronic interictal psychosis. Sometimes a long history of uncontrolled epilepsy can lead to chronic psychotic state. And this is more than 5% of patients with an insidious onset of paranoid delusion and hallucination. അപ്പോൾ ഈ 5% ആൾക്കാർക്ക് ഒരു ക്രോണിക് ആയിട്ട് ഒരു ഡെലൂഷൻ ഇതൊക്കെ വരാം ഈ അപസ്മാര രോഗികൾക്ക്. സോ സം ഹാവ് ഹയർ ഇൻസിഡൻസ് ഓഫ് നെഗറ്റീവ് സിംറ്റംസ്. അവരുടെ ലോൺലിനെസ് ആയിരിക്കും, അപ്പത്തി, അവർക്ക് സോഷ്യലൈസിങ് വേണ്ട, അവർ ഒറ്റപ്പെടുക, ഓവറോൾ ഡൗൺ ആയിരിക്കും, ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, സോഷ്യലി ഫങ്ഷണലി ഡ്രിഫ്റ്റ് ഔട്ട്, ദേ അഫക്റ്റ് ഇസ് ബ്ലണ്ടിങ്, അവർക്ക് ഒന്നിനും ഒരു ഉന്മേഷം ഇല്ല, ഹൈപ്പോസെക്ഷുവാലിറ്റി, സെക്സിനോ ഒന്നിനും ഒരു എനർജി ഇല്ല. ആൻഡ് കമ്പയർ ഒരു 30% ആൾക്കാർക്ക് ഇങ്ങനെ വരാം വെൻ കമ്പയർഡ് ടു നോർമൽ കൺട്രോൾസ്. അപ്പൊ അപസ്മാര രോഗികൾക്ക് ഇതൊക്കെ വരാം. അപ്പൊ നമ്മളൊന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കുന്നത് നല്ലത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. Schizophrenia like psychosis, I already പറഞ്ഞിട്ടുണ്ട്, it is 7 to 9% of cases, and temporal lobe epilepsy is the most common form of epilepsy,
And most patients have paranoid psychosis, delusions without any changes in the level of consciousness. In epilepsy, this is the main difference, whether it is schizophrenia, like psychosis of epilepsy, or psychosis. The main thing is the consciousness or altered in case of epilepsy. There is an altered sensorium. Whereas schizophrenia patients, they are not altered sensorium. They will be normal sensorium. And they may have religious delusions, vivid hallucinations of all kinds. മനസ്സ് ഭയങ്കരമായിട്ട് ട്രിക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഭയങ്കരമായിട്ട് ഇങ്ങനെ ആയിട്ട് ആൾക്കാർ പറയാത്ത കാര്യങ്ങളൊക്കെ വിശ്വസിക്കുക, എല്ലാം സംഭവിക്കും. ഇറ്റ്സ് ആക്ച്വലി ഒരു പെയിൻഫുൾ കണ്ടീഷൻ. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. So which are the patients that can go in for this schizophrenia-like psychosis in epilepsy? The age of onset around puberty, very early epilepsy patients, and especially temporal lobe epilepsy, and seizure frequency is diminished. Then females in a poor tendency. Then family history, EG shows abnormality in the mesio-basal focus, and spectral MRI and pathology may show pathology. And sometimes you may find that there is a tumor in the brain, ganglioblastoma or a hematoma. All of them can produce this kind of schizophrenia like this. So we have to exclude organic causes before we say it is a psychiatric cause. So organic cause എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അടിസ്ഥാന കാരണം ഉണ്ടോ, സ്കാൻ ചെയ്യണം, ബ്ലഡ് ചെയ്യണം, EG ചെയ്യണം, ഇതെല്ലാം ചെയ്തിട്ട് ഒന്നും പ്രോബ്ലം ഇല്ലെങ്കിലേ ഉള്ളൂ നമ്മൾ ഇത് സൈക്യാട്രിക് അവരെ ചികിത്സിക്കാൻ സമ്മതിക്കണം. നെക്സ്റ്റ് പ്ലീസ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. സോ ജസ്റ്റ് നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. നെക്സ്റ്റ് സ്ലൈഡ്. Can I have the next slide please? Dilla? Okay, I shall, I have it on my computer, so I just go through that. Okay, what is that? Okay. Dilla? Okay, I have a few more slides. I think if she's not sharing, shall I? Fatima? Yeah, Bibi, Yeah, what is happening? Yeah, she's come. Fatima's come. Fatima, can you share the slide? Next slide. I can't, I don't have anything. Dilla? Okay, shall I go ahead and finish off? Yeah. Okay. Then de novo psychosis after epilepsy surgery. I have to say a word about epilepsy surgery because there are some changes, psychiatric complications of temporal lobe epilepsy, especially surgery is done for intractable temporal lobe epilepsy, and patients get a lot of benefit by doing that. But it is seen that depression can be a feature, and it is seen as high as 1 to 28%, and the mean is around 7%, studies have shown internationally. So there is a sometimes a transient post-operative psychosis can occur, which is typical and may be missed if not specifically assessed during the high-risk period of the first 6 months after surgery. So if we have to follow up the patient and see that they do not have these symptoms in the first 6 months, and the high risk may a family history of psychosis, surgery after the age of 30 years,
and if there's post-operative psychosis. So all of them have a tendency for developing temporal epilepsy, I mean, post-surgical depression. Then, hello? Able to share some more slides? Ma'am, ഇതിൽ screen share ചെയ്യാൻ restart ചെയ്തിരുന്നു, but ഇപ്പം can you repeat which Okay. slide we were in? We were in slide, can you do slide 36? Okay. That's the last. The law and all is the last. 36, slide 36. How much time do I have? Am I going too slow? It's okay, ma'am. നമ്മൾ കുറച്ച് late ആയി. Later, how many moments do I have so I can wind up depending on? നമ്മൾ Actually, usually 9 വരെയാണ് പോവാറ്. ഇപ്പൊ എത്ര മണിയായി? ഇപ്പം 8:46 ആയിട്ടുണ്ട്. Okay, okay. So another 10 minutes I can have? Yes, yeah. ma'am, sure. Okay. Principles of treatment of epileptic psychosis. That is slide 36. Okay, I shall go faster also now. So the principle is we must reduce the seizure. So tranquilizers, so some of the tranquilizers can produce seizures. So we have to be careful when we treat the patients with psychosis with these tranquilizers. So clozapine is better avoided. Next slide, please. So avoid clozapine, loxapine, chlorproxine, which are the common, very ancient, very old, very commonly used by the psychiatrists. It's better to avoid them. And the latest one is ziprasidone, most commonly used, and by the epileptologist and the psychiatrist. And we have to bring in the multidisciplinary team, both the psychiatrist and the epileptologist and the social worker, and all should be on this, on the patient. Sometimes we have to admit and treat. So the aim is to achieve a stringent seizure control as early as possible, utilize appropriate psychotherapeutic measures, drugs in the treatment of epilepsy and psychotic symptoms, and create a net of psychosocial support around the patient and the family, because it's very depressing when they're alone and lonely, and better to have a support system for these epileptic patients. Some commit suicide also. So psychosis and anti-epileptic drugs. So anti-epileptic drugs are known to precipitate. Next slide, please. Yes. Anti-epileptic drugs are known to precipitate psychosis and the mainly affective and confusion psychosis. So it's important, and the drugs that like clobazam, phenytoin, carbamazepine, barbiturates, benzodiazepines have all reported to produce psychosis. So those patients who are on these drugs, you have to be careful that the psychosis is not being aggravated. Picabatrin is a new anti-epileptic drug, and it helps in the treatment. Next slide, please. Antipsychotic drugs and epilepsy. So all antipsychotic drugs have the propensity to cause paroxysmal EEG abnormality and induce seizure. This is an important point to keep in mind. Next slide, please. Personality disorders and epilepsy, as I had mentioned before, they can have different kinds of personality problems that can arise. They have poorer response to treatment and lower compliance, and they have suicidal attempts. But still, some patients can take advantage of this, and they can play up with the parents and they can also be underachievers if the patients given to these
personality changes and say, oh, he's an epileptic patient. We should not, they should not become underachievers. We should give the right type of guidance with the psychologist, counseling, etc. Next slide, please. Symptoms of personality change, as I mentioned, the aggression, anger, dependency, passivity. Some people just play up, utilizing epilepsy as an excuse. They can be aggressive and depressed, sad. Then they can be hyper-religious, hyposexual. They can have obsessionism, paranoia. All these are part of the personality traits that is associated with epilepsy. Next slide, please. Now coming to a word with epileptic dementia. Many epileptic undergo a decline in the intellectual ability and progressive impairment in memory, concentration, judgment, especially with intractable epilepsy syndromes are quite common, and they are unable to have clarity of idea, especially on multiple epilepsies, on multiple drugs. They're most of the time drowsy, both by the epilepsy as well as the medication. So it looks like a pseudo dementia actually. It's not really because of degeneration of the temporal lobe, but it's almost like a pseudo dementia. Next slide, please. Now, the psychosocial problems associated with epilepsy are, as I mentioned, anxiety, poor self-esteem, social isolation, depression, stigma, marital issues, very common among the young girls who are about to get married, and they're unable to take the medication, they're unable to tell the relatives, the groom side, especially the girl child has a lot of problem, and they are unable to, they feel that it is, it will pass down to the next generation and the children will also get epilepsy, but that is not true, and they have to be counseled. It is quite a normal thing. It's not a disease. That the people should actually see the neurologist, the whole family, the groom's family, bride's family, all have to see a neurologist for counseling and a psychiatric for counseling and say this is not a disease. It is better to have an epilepsy which is treatable rather than having, we can, after marriage also, we can have many diseases. We can have cancers, we can have psychological illnesses, we can have fractures, anything. So we can have, it's not their problem. They have not done any crime so as to be isolated from marriage, and many patients suffer from this. Next, employment issue. Even, but it's cautious not to take epilepsy patients, not to be truck drivers and big, very risky jobs, high-rising buildings, working on that, then being fire and safety engineers or lift, all those which puts their life in danger. They have to have. They have to be cautious while choosing the employment, and they also suffer from poor quality of life. Because more so they feel they lose self-esteem, they feel their self-confidence is gone, their family do not trust them. They, it's a big battle. We have to support these epilepsy patients, which is actually a very sad thing. It's no fault of theirs, and to be nice, to be kind to them. And as a community, we bring them into our fold as part of us. We can also be a patient in so many ways. And so many problems we can cause society, but these patients are always feeling second-rated in society. Okay, next slide, please. The ways with coping with epilepsy is counseling, educating regarding epilepsy, assist in adaptation of life with epilepsy. Next slide, please. And treat with comorbid psychiatric conditions. Recreation therapy with social isolation problems and relationship peers. So you can connect them to a common group which they have common problems, like alcohol anonymous group. All these people with epilepsy can share their problems. They can be a support group to each other. So we can give them a common, if they're interested, they can have the phone number and the details of a person whom they can connect to, and they can talk it out, and if you have the same problem, you sort of feel better that you're not alone in this problem. The social skills and cognitive rehabilitation, they assist the patient with brain dysfunction. And if they have any problems, we have to treat them, not only the epilepsy and psychosis, but holistically have to treat them. Self-help and support groups, and vocational rehabilitation, depending on if society can help them to inculcate and involve into
to get into the normal culture or normal society will be very, very rewarding for the patient and humanity. Next slide, please. Epilepsy in the Indian law. Earlier marriages, it was in the Hindu Marriage Act in 1955, it said, a special marriage act which shows that if you have epilepsy or any mind illness, you cannot marry. But the Indian Association of Epilepsy stalwarts, our forefathers in epilepsy, the strong fighters for epilepsy, they took out this word in this Hindu Marriage Act that children with epilepsy, girls with epilepsy, or boys with epilepsy can marry. So only mental illness may be still a problem for marriage, but that is there. Next one. The next one, please. Employment, as I told you before, we have to, depending on the type. So this has to be thing. Insurance, life insurance, they charge 10 to 15% more, but they charge % more, but the personal accident, health and travel insurance are available, and the major insurance and home insurance are issued without any restrictions. And there are also private companies who provide life insurance with and without extra premium, depending on the recommendations of the medical board. Next slide, please. The last slide. So driving. So driving license. Earlier it was said that those who have epilepsy are not allowed to drive. But in other countries, we've seen that on 1 year of medications, if there is no epilepsy, they can be driving again. But in our country, there's no record of who has epilepsy, who does not have, and we are at the risk. And just pray to God and be safe. That's all we can't really say. So this is the end of my talk. And the disability status in India, epilepsy does not fall under any disability category. Next slide. And we also have a Disability Discrimination Act applying for epilepsy. We do not have any disability discrimination. So a person with disability of epilepsy does not have any advantage and cannot get any certificate for any particular thing. It's very sad that our Indian thing. So thank you. I have come to the end of my thing. If there's any time for any questions. Sorry, I think we have 10 more minutes. If you have any doubts, I can answer if I know the answer. Thank you, ma'am. It was a wonderful and informative session. Thank you. നമ്മുടെ ലിസണിംഗ് സെഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ സമയം കുറച്ച് വൈകി, എന്നാലും എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു കെൻ ആസ്ക്, അൺമ്യൂട്ട് ചെയ്തിട്ട് മാഡത്തിനോട് ചോദിക്കാവുന്നതാണ്. ഹായ് മാം. Yes. ഐ എം നിഷാലോയ്, എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. Yes. എന്റെ മോൾക്ക് 24 years ആയി. മോൾക്കൊരു ട്യൂമർ വന്നായിരുന്നു 2019. അത് റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് നെർവൽ സെല്ലിന്റെ അവിടെ ആയിട്ടായിരുന്നു അത്. അപ്പൊ കുറച്ചു ഭാഗം, അപ്പൊ അതായത് റൈറ്റ് ഹാൻഡ് ആൾക്ക് ഇമോഷണൽ ആയിട്ട് വന്നപ്പോ ഡോക്ടർ ദിലീപ് പണിക്കരായിരുന്നു സർജറി ചെയ്തത്. അപ്പൊ റൈറ്റ് ഹാൻഡ് കുറച്ച് ഇമോഷണൽ ആയപ്പോ അവയ്ക്കായിരുന്നു സർജറി. അതുകൊണ്ട് അവരവിടെ കുറച്ച് ബാക്കി വെച്ചു, അതിന്റെ കുറച്ച് ബാക്കി വെക്കേണ്ട വന്നു. പക്ഷെ ആളിപ്പോ പഠിക്കുകയാണ്. അത് കഴിഞ്ഞ് ഡോക്ടർ തന്നെ ഒരു സജഷൻ പ്രകാരം ആള് ജർമ്മനിയിലാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആൾക്ക് ഒരു ചെറുതായിട്ട് കൈക്കുള്ളത് ഫ്രീക്വന്റ്ലി, അതായത് ഒരു 15 daysനുള്ളിൽ കൈക്ക് ഒരു 20 seconds ഇങ്ങനെ ഒരു ഷിവറിങ് പോലെ വരുന്നു. അത് ഇതിന്റെ അത് ഇത് ബാക്കി ഇരിക്കുന്ന കൊണ്ടാണോ? അപ്പൊ ഇപ്പൊ ഫോളോ അപ്പിൽ തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് MRI ചെയ്തപ്പോ അവിടെ ആ ചെയ്തതിന്റെ ബാക്കിയുള്ളവർക്ക് ചെറിയൊരു സ്കാർവ്, ഒരു തടിപ്പ് പോലെ വന്നേക്കാണ് ഇപ്പൊ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ അവിടത്തെ ഒരു ന്യൂറോയെ കാണാനാണ് ഇവിടുന്ന് ഡോക്ടർ ദിലീപ് പണിക്കർ പറഞ്ഞത്. അവിടുത്തെ തന്നെ ഒരു ന്യൂറോ സർജനെ കാണാൻ പറഞ്ഞു. പക്ഷെ അതെപ്പോഴും പെട്ടെന്നത് സാധ്യമല്ല അവിടുത്തെ അപ്പോയിന്റ്മെന്റ് കിട്ടാനൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പൊ എന്തോ ഇതുകൊണ്ട് കിട്ടിയ ആള് 27th അഡ്മിറ്റ് ആകാൻ പറഞ്ഞേക്കാണ് അവര്. അപ്പൊ നമ്മൾ ഈ 27th അവിടെ അഡ്മിറ്റ് ആകുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സ് എപ്പിലെപ്സിയുടെ ഒരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തപ്പോ നമ്മുടെ ഡോക്ടർ ദിലീപ് പണിക്കര് എപ്പിലെപ്സിക്ക് വേണ്ടി ഒട്ടും ഇത് ചെയ്യുന്നില്ല. കാരണം ഇതാ ട്യൂമർ അവിടെ ഇരുന്നത് കൊണ്ടാണ് അത് വരുന്നതെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പൊ എന്റെ ഡൗട്ട്, ഈ ഫ്രീക്വന്റ്ലി അത് വന്നത് അത് മൈൻഡുമായിട്ട് കണക്റ്റഡ് ആണോ
ആളിപ്പോ എഞ്ചിനീയറിംഗിന് MS എഞ്ചിനീയറിംഗ് അല്ല MS ചെയ്യുക എഞ്ചിനീയറിംഗിന്റെ. വെരി ഗുഡ്. എത്ര വയസ്സുണ്ട്? 24. വെരി ഗുഡ്. അപ്പൊ മാഡത്തിന്റെ ക്വസ്റ്റ്യൻ ഇത് മൈൻഡിന്റെ പ്രോബ്ലം കൊണ്ട് അപസ്മാരം വരത്തില്ല. No. Okay. This is because one side, it is coming on one side and tumor opposite side lunde. So either scarring or there's a residual small thing with അപസ്മാരത്തിന്റെ മരുന്നും കൊണ്ട് അത് കൺട്രോൾ ആവാൻ സാധ്യതയുണ്ട്. ഇത് ഉള്ളത് കൊണ്ട് കൺട്രോൾ ആകാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പൊ അവിടെ നമ്മൾക്കിപ്പോ അവിടുത്തെ എന്റെ വേറൊരു ഡൗട്ടും കൂടെ, അവിടുത്തെ ഇപ്പൊ അവര് പെട്ടെന്നൊന്നും ഇങ്ങനെ കണ്ടു കഴിഞ്ഞു, ആളിപ്പോ തന്നെയാണ് അഡ്മിറ്റ് ആകാൻ പോകുന്നതും ചെയ്യുന്നതും ഒക്കെ അവിടെ തന്നെയാണ്. അപ്പൊ നമ്മൾ ആസെ അമ്മ, അപ്പൊ ആ ഒരു ടെൻഷനും കൂടെ ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ അവിടെ അവരൊന്നും പെട്ടെന്ന് അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. നമ്മുടെ ഇന്ത്യൻ എന്തായാലും സർജറി ചെയ്ത്, അപ്പൊ അവർക്ക് ലാസ്റ്റത്തെ ഇതില് MRI എടുത്തതിൽ അവർക്കുള്ള ഡൗട്ട് ഇത് കറക്റ്റ് അവർക്ക് അങ്ങ് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നേരത്തെ ഉണ്ടായിരുന്നതാണോ, അത് അവിടെയാണോ, അത് ചെറിയ തടുപ്പ് വന്നേക്കണാണോ എന്ന് അവർക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ഇപ്പൊ അഡ്മിറ്റ് ആകേണ്ട വന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വല്ലതും അവിടെ സർജറി ചെയ്യാനുള്ള സാധ്യതയോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഐ ഡോണ്ട് തിങ്ക് ദേ വിൽ ഡു സച്ച് എ മേജർ സർജറി അവിടെ. ഒന്നാമത് ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു വെരി സ്മോൾ തിങ്. ഓക്കെ, അപ്പൊ ഇനി they will send the patient back to ദിലീപ് പണിക്കർ. ദിലീപ് പണിക്കർ ഇനി അത് ഹാൻഡിൽ ചെയ്യണ്ടേ, കാരണം ഒരു പ്രാവശ്യം ഓൾറെഡി ചെയ്തു. അതിനി അത് ഫുള്ളി, കാരണം എല്ലാം നമ്മള് അടിപിടി ഒട്ടാകെ അങ്ങ് ചിലപ്പം ഡേഞ്ചറസ് ഏരിയ, ബ്രെയിനിന്റെ എലക്വന്റ് ഏരിയ എന്ന് പറയും, എലക്വന്റ് ഏരിയന്റെ അടുത്ത് ഡേഞ്ചറസ് ഏരിയയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അത് തൊട്ടുകൂടാം. അപ്പം ദിലീപ് പണിക്കർ വിൽ നോ അതിനി ലേറ്റർ ചെയ്യണോ, അതോ അങ്ങനെ വിട്ടാ മതിയോ, അത് അപസ്മാരത്തിന്റെ മരുന്ന്. കാരണം ഇറ്റ്സ് ഓൺലി കൈ ഇങ്ങനെ ഷേക്ക് ചെയ്യുന്ന, അല്ലാതെ താഴെ വീണും ബോധം കിട്ടും ഡേഞ്ചർ ഒന്നും വരുന്നില്ല. ജസ്റ്റ് കൈ ഇങ്ങനെ ചെയ്യും. ഇറ്റ്സ് എ വെരി സിമ്പിൾ സീഷർ. സോ ഞാൻ പറഞ്ഞ പോലെ എലിയെ കൊല്ലാൻ ആറ്റം ബോംബ് വേണ്ട, എലിയെ കൊല്ലാൻ എലിയുടെ മരുന്ന്. സോ വി വിൽ ഡു അക്കോർഡിംഗ് ടു വിച്ച് ഇസ് സേഫ് ഫോർ ദ പേഷ്യന്റ്. നമ്മൾ ബാലൻസ് ചെയ്തിട്ട് ഏറ്റവും സേഫ് ആയിട്ട് പേഷ്യന്റിന് ഉള്ളത്. കാരണം ബ്രെയിൻ ഒക്കെ നമ്മൾ തൊട്ട് കളിക്കാനൊക്കെ പറ്റില്ല. വെരി കെയർഫുൾ. പിന്നെ വേറെ ടൈപ്പ് ഓഫ് സർജറീസ് ഉണ്ട്. അത് ദിലീപ് ചിത്ര എന്റെ സീനിയർ ആൻഡ് ഹി വാസ് മൈ ടീച്ചർ ഫോർ ന്യൂറോ സർജറി ഒക്കെ. അപ്പൊ ഹി ഈസ് വെരി ഗുഡ് ആൻഡ് ഹി വിൽ ടേക്ക് ദ റൈറ്റ് ഡിസിഷൻ. അത് ഓപ്പൺ ചെയ്യണോ, അത് നോൺ ഇൻവേസീവ് ആയിട്ട് റേഡിയോ സർജറി ആണോ, അങ്ങനെ വേറെ സീരിയോടാക്ടിക് സർജറി, അങ്ങനെ ഒത്തിരി മാത്രം അഡ്വാൻസ്മെന്റ് ഉണ്ട് ഇൻ സർജറി. അത് ഹാൻഡിൽ ചെയ്തോളൂ. ആൻഡ് ഗോഡ് ബ്ലെസ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ, good evening, doctor. Good evening. My name is Sunita. Yes. I want to know, like, see if a child who's had from childhood ഒരാൾക്ക് epilepsy വന്നിട്ട് 12 years ഒക്കെ ആവുമ്പത്തേക്കും അത് has been treated. പിന്നെ ഫ്യൂച്ചറിൽ ലൈക്ക് ഏജ് ആയി കഴിഞ്ഞാൽ എത്ര ചാൻസസ് ഉണ്ട് എന്തെങ്കിലും ട്രിഗർ വന്നിട്ട് വീണ്ടും എപ്പിലെപ്സി വരാനായിട്ട്? ഓക്കെ, അപ്പൊ ഈ എന്തായിരുന്നു ഡയഗ്നോസിസ്? 12 ഇയേഴ്സ് ഏത് വയസ്സിലാണ് തുടങ്ങിയത്? ഇതൊരു 3-4 ഇയേഴ്സിൽ തുടങ്ങിയതാണ്. പിന്നെ ഡയഗ്നോസിസ് എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ ആള് 53 ഒക്കെ ആയി കഴിഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പൊ യൂഷ്വലി ചൈൽഡ്ഹുഡ് എപ്പിലെപ്സീസ്, ബിനൈൻ ചൈൽഡ്ഹുഡ് എപ്പിലെപ്സീസ് വളരെ വെരി ഒരു സന്തോഷമുള്ള ഒരു കാര്യം. മീൻസ് ഇറ്റ്സ് യൂഷ്വലി റെമിറ്റിംഗ്. അത് അഡൾട്ട്ഹുഡിൽ വരത്തില്ല. Even if some stress come and no, it doesn't happen. Stress is not the cause for epilepsy. The provoking factors are sleep deprivation, പിന്നെ പ്രത്യേകം മരുന്നുകള്, പിന്നെ ഹെഡ് ഇഞ്ചുറി, പിന്നെ ഫീവർ ഓഫ് എൻസെഫലൈറ്റിസ്, അതൊക്കെയാണ് ഈ പ്രൊവോക്ക് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ സ്ട്രെസ് വിൽ നോട്ട് പ്രൊഡ്യൂസ് എപ്പിലെപ്സി. പക്ഷെ ഈ ചൈൽഡ്ഹുഡില് there is one particular epilepsy called juvenile myoclonic epilepsy. അത് യൂഷ്വലി സ്റ്റാർട്ടിങ് at 13 to 15 years തുടങ്ങിയിട്ട് പിന്നെ ചിലപ്പം വെരി റെയർ ആയിട്ടായിരിക്കും നമുക്ക് എപ്പിലെപ്സി വരുന്നത്. once in 10 years, 15 years, 20 years, ചിലപ്പോൾ ഒരു 15 വയസ്സിൽ വന്നിട്ട് പിന്നെ അടുത്തത് വരുന്ന 40 വയസ്സിലായിരിക്കും. അത് നമുക്ക് ഈസിയിൽ മനസ്സിലാവും. അപ്പൊ ഏതായി ഈ ഡയഗ്നോസിസ് അനുസരിച്ച ഇതിന്റെ പ്രോഗ്നോസിസ്. യൂഷ്വലി ഈ മാഡം പറഞ്ഞ പോലെ വെരി ഏർലി 3 to 5 years വരുന്ന എപ്പിലെപ്സി is usually a benign epilepsy of childhood. Usually as limiting, self-limiting. It is very rarely.
One more question, doctor. Yes. Now, see if ഇടയ്ക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് തലയിടിച്ച് വീഴും, സ്കൂട്ടറിന്ന്, ബൈക്ക് അങ്ങനെ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ സ്ലിപ്പ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഴുന്നുണ്ടെങ്കിൽ, what are the chances of epilepsy developing later on? No, I mean, way. are there any? No, way. Yeah. See, trauma, head injury is of how severe the head injury is. Has there been a damage to the brain? Damage to the brain in the form of inside bleeding or usually bleeding, post-traumatic hemorrhage. അതൊക്കെ വന്നാൽ ചിലപ്പോൾ ഒരു സ്കാറിങ് ഒക്കെ വീണ് അതൊക്കെ അത്ര സീരിയസ് ആയിട്ടുള്ള ഹെഡ് ഇഞ്ചറിയേ ഉള്ളൂ. ക്യാൻ പ്രൊഡ്യൂസ് എപ്പിലെപ്സി ആൻഡ് ഇറ്റ്സ് ഓൺലി 2 to 5%. വെരി റെയർലി. സോ ഡോണ്ട് വറി അബൌട്ട് കുഞ്ഞുങ്ങളെ താഴെ വീണ എപ്പിലെപ്സി ഒന്നും വരത്തില്ല. ജസ്റ്റ് ദേ നോർമൽ. അവര് വീഴട്ട്, അവര് സ്ട്രോങ് ആവട്ടെ, അവര് ചാടട്ടെ, അവര് ബിക്കോസ് എല്ലാം നമ്മൾ ഭയന്ന് ജീവിച്ചല്ലേ. ആ പിള്ളേർ പെട്ടെന്ന് നമ്മൾ പേരന്റിൽ ഭയം അവർക്ക് actually catch it. parental ill, I was talking about myself because I've had a couple of accidents and ഒക്കെ തലയിടിച്ചിട്ടൊക്കെ വീണ്. അപ്പം സ്പൈനിലും I've got disc prolapses, കുറച്ച് മെമ്മറി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പം ഇടയ്ക്ക് സ്ലിപ്പ് ചെയ്ത് വീഴും ചെയ്യും. അതിങ്ങനെ സ്പീഡിൽ ഓടി നടക്കുന്നുണ്ട്, അങ്ങനെ I just fall off like that, hit my head and fall. So now like I'm getting a sort of a tingling sensation on the left side of my head and forehead. കുറച്ചൊരു ബുദ്ധിമുട്ട്. അപ്പം so that's why I was listening to you and I was wondering if there is any need for no, if your head injury had produced such a big problem, you would have lost consciousness at the time of fall. And then your scan would have shown, because bleeding in the brain is a serious problem. Just a tattamutta, even with a step in the veena, if you are not losing consciousness, if there is no focal deficits, moham kodunilla, allengi kai kaalu pottu, it's nothing dangerous. And those are the dangerous type of head injuries. Those are the serious kind of head injuries which you have to give, I think, especially loss of consciousness, bleeding from the ears, bleeding from the nose. They can have skull and the base fracture varum, adina chevinokke chora varum. Adakku very serious patient. So don't worry, this is not going to produce epilepsy. Thank you. And a very informative and interesting talk, ma'am. Thank you so much. Thank you for your comments. Really very informative. I enjoyed the session so much. Thank you. Nice for your participation and interaction. It gives you more enthusiasm. I've gained a lot of lot of doubts cleared and really important. Thank you. Thanks a lot. Good. That's nice. Even I enjoyed myself. Ma'am, it was a very interesting session. We really enjoyed. Thank you. Yeah. Because perhaps it's the first time you had a neurologist in Manhattan. Yeah, I think so. So even I enjoyed, because my area of interest is cognitive neurology. That is the mind and the neuroscience, Okay. And the scriptures and the mind, and neuroscience and the mind. It's so interesting. So, more than treating the nerves of the hands and the legs, it's a little boring for me. This is something interesting. So, and I'm happy that you also found it interesting. Yeah, it was really good. Yeah. So I was telling the arranging person, actually, another person, I said I would like to answer questions because too much of my theory may be boring for you. So next time I can reduce my number of slides. I think you should. Maybe 10-15 maximum, because they said I have to talk for 45 minutes, nobody will ask questions. But I have given radio sessions where people go on asking questions of epilepsy, even though they are small or big, and they find it very useful. Yeah. So you need not even show your name or your face also if you're not feeling fine about the identity. So you can, so I was comfortable with that, but then they said, no, people won't, it's a 1 hour session, so I have to talk more for 45 to 50 minutes. So that's why I prolonged it. Let's see how things maybe go. next time we should do that. Yeah, sure. Because there is a lot of practical things I can hand over with the neuroscience base of it, which
very valuable for us in life and in health and our mindset and the neuroscience with the mind is good. My daughter is a psychiatrist. She was in, so she also likes to talk about this aspect. So okay, Bino, have we finished? Yes, ma'am. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് അവസാനമായി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ യു കെൻ കം അപ്പ്. ഹലോ മാം. യെസ്, ഹലോ. എനിക്ക് പിന്നെ ചെറുതായിട്ട് ഇപ്പൊ ബിപിയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ചില സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷനൊക്കെ വരുമ്പോ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് എനിക്ക് ഭയങ്കര തലവേദന എടുക്കും. തലവേദന വന്നിട്ട് അത് കുറെ നേരത്തേക്ക് ഉണ്ടാവും തലവേദന, ദേഷ്യം ഇത് വന്നിട്ട്. അത് ചിലപ്പോ ഉറങ്ങിയാലോ അല്ലെങ്കിൽ പിറ്റേ ദിവസം അങ്ങനെ ചിലപ്പോ 2 ദിവസമൊക്കെ എടുക്കും. അങ്ങനെ തനിയെ പോവാറാണ്. അല്ലെങ്കിൽ അത്രയും പറ്റുന്നില്ലെങ്കിൽ മാത്രം ഞാൻ എന്തെങ്കിലും മറ്റേ ഡോളോ അല്ലെങ്കിൽ മറ്റേ ഇതുപോലത്തെ പിൽസ് കഴിക്കും. അങ്ങനെയാണത് പോവാറ്. അതുകൊണ്ട് എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇതുപോലുള്ള എന്റെ ഫാദറിന് സ്ട്രോക്ക് വന്നിട്ട് ആയിരുന്നു അച്ഛൻ മരിച്ചത്. അപ്പൊ എനിക്കും അദ്ദേഹത്തിന് മിക്ക അസുഖങ്ങൾ എനിക്കും കൈമാറിയിട്ടുണ്ട്. ഇൻ ഫ്യൂച്ചറിൽ അതുപോലുള്ള സ്വഭാവം ഏകദേശം അതുപോലെ തന്നെയാണ്. അപ്പൊ കൺട്രോൾ ചെയ്യുമ്പോഴാണ് കൂടുതലും ഈ സ്ട്രെസ്സും തലവേദനയൊക്കെ വരുന്നത്. എന്റെ ഇമോഷൻസിന്, അതായത് ടെൻഷനൊക്കെ വരുന്ന സമയത്ത് ഞാനത് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതലും ഇങ്ങനെ ആവുന്നത്. ഓവർകം ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യാറുണ്ട്, പാട്ട് കേൾക്കുക അങ്ങനെയൊക്കെ. പക്ഷെ ചില സമയത്ത് എനിക്ക് അതൊന്നും പറ്റില്ല. അതൊന്നും ഇതുപോലെ ഫാദറിന് ഇടയ്ക്ക് എപ്പിലെപ്സി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു 1-2 പ്രാവശ്യം. ലാസ്റ്റ് ആകുമ്പോ സ്ട്രോക്കിന്റെ സമയത്താകുമ്പോഴേ. അപ്പം വാട്ട് യു ഹാവ് ഇസ് മോളുടെ പേരെന്താ? എന്റെ പേര് ജിഷ. ജിഷ മോള് തന്നെ ഡയഗ്നോസിസ് പറഞ്ഞു. കാരണം ടെൻഷൻ വരുമ്പം ഈ തല ഇങ്ങനെ 1-2 ദിവസം ഇങ്ങനെ നിൽക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതിന് പറയുന്ന മസിൽ ടെൻഷൻ ഹെഡേക്ക് ആണ്. എന്ന് പറഞ്ഞാൽ ഈ തലയോട്ടിയുടെ വെളിയിൽ കുറെ മസിൽസ് ഉണ്ട്. ഇവിടെ ഫോണ്ടാലിസ് ബെല്ലി, ഇവിടെ ടെമ്പറാലിസ് മസിൽ, ഇവിടെ ഓക്സിപിറ്റാലിസ് മസിൽ, ഇതെല്ലാം തലയോട്ടിയുടെ വെളിയിലെ ഈ മസിൽസ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും മനസ്സിന്റെ ടെൻഷൻ, ദേഷ്യവും സ്ട്രെസ്സും എല്ലാം ഈ മസിൽ ഇങ്ങനെ മുറുകി പിടിക്കുമ്പോൾ അതിനൊരു വേദനയുണ്ട്. അപ്പൊ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ അല്ലെങ്കിൽ ഒന്ന് നല്ലതായിട്ടൊന്ന് കെട്ടി ഒന്ന് കൊടുത്താൽ ഒരു മസിലിന് ഒരു റിലീഫ് കിട്ടും കേട്ടോ. അതൊന്ന്. പിന്നെ ഒരു ചെറിയൊരു പാരസെറ്റമോൾ കഴിയുമ്പോൾ ഇത് രോഗം എന്താണെന്ന് മനസ്സിലായാല് നമുക്ക് ഈ തലവേദന അങ്ങ് കുറയും. കാരണം ഫാദർ ഇങ്ങനെ സ്ട്രോക്ക് വന്നുകൊണ്ട് എനിക്കും തലച്ചോറ് പൊട്ടിപ്പോയി, എനിക്കും സ്ട്രോക്ക് വരുമോ, ഞാൻ എൻ്റെ മസിൽ കൺട്രോൾ ചെയ്യുമ്പോൾ എൻ്റെ ഇമോഷൻസ് അടക്കി പിടിക്കുമ്പോൾ ഈ മസിൽ ഇങ്ങനെ മുറുക. അപ്പൊ ജസ്റ്റ് റിലാക്സ് ചെയ്യുക, ബ്രീത് ചെയ്യുക. വലിയ പാടായി. എല്ലാവരും സൈക്കോളജിസ്റ്റ് ഒക്കെ പറയും റിലാക്സ്, ബ്രീത്. അപ്പം ഒരു ടെക്നിക്ക് നമുക്ക് ഈ പ്രാണായാമം വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ പ്രാണായാമം, നമ്മുടെ ബ്രീതിങ്, സ്ലോ ബ്രീതിങ് ഇൻ, സ്ലോ ബ്രീതിങ് ഔട്ട് ചെയ്യുമ്പം നമ്മുടെ ഒരു ഞരമ്പുണ്ട് ബ്രെയിനില്, 10ാമത്തെ, നമുക്ക് 12 ഞരമ്പുണ്ട് ബ്രെയിനിന്റെ ക്രേനിയൽ നെർവ്സിൽ. അത് 10ാമത്തെ ഞരമ്പ് എന്ന് പറഞ്ഞാൽ വേഗസ് നെർവ്. ഈ വേഗസ് നെർവ് വളരെ ഇമ്പോർട്ടൻറ്റ് ഞരമ്പാണ്. അത് ഹാർട്ട്, ലങ്സ്, കിഡ്നി, ലിവർ, സ്റ്റമക്ക്, ഉറക്കം, എല്ലാ ഓർഗനെയും നമ്മൾ ത്രൂ ഔട്ട് ദ ബോഡി ആ ഞരമ്പ് പോകും. ഇറ്റ്സ് എ ലോങ്സ്റ്റ് ഞരമ്പ്, വേഗസ് ഞരമ്പ്. അപ്പൊ ഈ വേഗസ് ഞരമ്പിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ ബ്രീതിങ് കൊണ്ടേ നമുക്ക് കൺട്രോൾ ചെയ്യണം. അപ്പൊ ഈ വേഗസ് നെർവ് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയും, നമ്മുടെ സെക്രീഷൻസ് എല്ലാം വരും, നമ്മൾ കുറച്ചുകൂടെ കാം ആവും. അങ്ങനെ നമ്മൾ വേഗസിനെ, ഇറ്റ് ഇസ് എ പാരസിമ്പത്തറ്റിക് നെർവ്, ഹാർട്ട് റേറ്റ് കുറയ്ക്കാൻ വേണ്ടി ബ്രീത് ചെയ്ത് നോക്കാം. അപ്പൊ ഈ മൈൻഡ്ഫുൾ ബ്രീതിങ് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ടെൻഷൻ വരുമ്പോൾ. അത് നമ്മൾ മൈൻഡും റിലാക്സ് ചെയ്യും, ബോഡിയും റിലാക്സ് ചെയ്യും, നമ്മുടെ വേഗസ് നെർവും ഹെൽപ്പ് ചെയ്യും, നമുക്ക് ഹെൽത്തും ബെറ്റർ. സോ അപ്പൊ നെക്സ്റ്റ്
ഈ ടെൻഷൻ വരുമ്പോൾ വലിയ പാടാ. നമുക്ക് തിയറി പറയാം, പ്രാക്ടിക്കൽ വേറെ. എനിക്ക് അനുഭവമുള്ള. അപ്പൊ ആ സമയത്ത് ബ്രീതിങ് ഇൻ 7 വരെ ബ്രീത് ചെയ്യുക, 4 വരെ ഹോൾഡ് ചെയ്യുക, 8 ബ്രീത് ഔട്ട്, സ്ലോ ആയിട്ട് ബ്രീത് ഔട്ട്. അപ്പൊ 1 2 3 4 5 6 7, പിന്നെ ഹോൾഡ് 1 2 3 4 ഹോൾഡ് ചെയ്യുക, പിന്നെ ബ്രീത് ഔട്ട് സ്ലോലി 8 വരെ ബ്രീത് ചെയ്യും. ബ്രീത് ഔട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ അങ്ങനെ സ്ലോ ആയിട്ട് ബ്രീത് ചെയ്യുമ്പോൾ ഈ പാരസിമ്പത്തറ്റിക് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഉറക്കം വന്നില്ലേലും നമ്മൾ ഈ ചിന്തകളൊക്കെ വരുക, ബ്രീതിങ് ഒക്കെ ഫാസ്റ്റ് ആവുക, ഹാർട്ട് റേറ്റ് ഫാസ്റ്റ് ആവുക, അപ്പൊ നമുക്ക് ഉറക്കം വരില്ല. ഇങ്ങനെ ഈ പ്രാണായാമം ഉറക്കത്തിൽ നന്നായിട്ട് വരാൻ നമുക്ക് വേണമെങ്കിൽ ഈ കൈ 2 സ്റ്റമക്കിൽ വെച്ചിട്ട് ഈ മനസ്സിൽ ഇങ്ങനെ ഓർക്കുക, ബ്രീത് ഇൻ ബ്രീത് ഔട്ട്, ജസ്റ്റ് റിലാക്സ് ചെയ്ത് ബ്രീത് ഇൻ. ഒന്നും ശബ്ദം ഉണ്ടാക്കണ്ട, ഒന്നും ചെയ്യണ്ട, സ്ലോലി ബ്രീത് ഇൻ. ഐ എം ബ്രീതിങ് ഇൻ, മൈ ബോഡി ഈസ് ബ്രീതിങ് ഔട്ട്, മൈ ബോഡി ഈസ് ബ്രീതിങ് ഇൻ, മൈ ബോഡി ഈസ് ബ്രീതിങ്. ഇത് വളരെ യൂസ്ഫുൾ ആയി, എനിക്കും നല്ല യൂസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആദ്യമൊക്കെ പെട്ടെന്ന് ഇതൊന്നും ആക്ട് ചെയ്യത്തില്ല. ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴേ ഉള്ളൂ നമ്മുടെ ഈ നെർവ്സ് ഒക്കെ നമ്മൾ പറയുന്ന പോലെ കേൾക്കും. ആദ്യം പാരസിറ്റമോൾ കഴിച്ചിട്ട് ഒരു തലവേദനയ്ക്ക് മരുന്ന് കഴിച്ചിട്ട് സുഖമായിട്ട് വന്നിടുക, നല്ല ചൂട് ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുക. പിന്നെ എനിക്ക് രോഗമൊന്നും ഇല്ലെന്ന് ഒരു 10 പ്രാവശ്യം പറഞ്ഞിട്ട് കിടന്നുറങ്ങാം. എല്ലാവർക്കും ടെൻഷൻ വരും, എല്ലാവർക്കും ദേഷ്യം വരും, അതൊരു നോർമൽ ബിഹേവിയറാ. പിന്നെ സൈക്കോളജിസ്റ്റ് മൻഹാറ്റ് പറഞ്ഞു തരും എങ്ങനെ നമ്മൾ ആങ്കർ മാനേജ്മെന്റ് ഒക്കെ നിങ്ങളെ പഠിപ്പിച്ചു തരുമായിരിക്കും. നത്തിങ് ടു വറി. അപ്പൊ നമുക്കൊരു ഭയം മാറിയാൽ നമ്മുടെ രോഗം മാറും. അതാ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കി. എനിക്കൊരു 25-30 years എക്സ്പീരിയൻസ് ഉണ്ട് ന്യൂറോളജിസ്റ്റ് ആയിട്ട്. നമ്മൾ രോഗിയോട് പറഞ്ഞ് മനസ്സിലാക്കിയ ഇതേ ഉള്ളൂ, പേടിക്കാനൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ തലവേദന പാതി മാറും. അല്ലെങ്കിൽ അവർ വിചാരിക്കും അയ്യോ ക്യാൻസർ ആണോ, ട്യൂമർ ആണോ, ബ്ലീഡിങ് ആണോ, ഇനി ഞാൻ ചത്തുപോവോ, എന്റെ ഫാദറിന്റെ ഒരു സ്ട്രോക്ക്, അങ്ങനെ ഓരോന്ന് നമ്മൾ ഏറ്റവും ഹ്യൂമൻ മൈൻഡിന്റെ ഏറ്റവും വേസ്റ്റ് സിനാരിയോ ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ ഓക്കെ മോളെ, ഐ തിങ്ക് ഐ കൻ ഗോ അല്ലേ മോളെ? You know? Alright, can I go? Is it over? മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം? Okay. മാം എന്റെ അമ്മാവിന് ഒരു 2 years ബാക്ക് NPH ഡയഗ്നോസ് ചെയ്തതാ. അപ്പൊ ആ സമയത്തിന് പ്രത്യേകിച്ച് മരുന്നൊന്നും ചെയ്യണ്ട, നമുക്ക് ഒരു 1 year കഴിഞ്ഞതിനോ ഒന്നുകൂടി MRI എടുത്തതിന് ശേഷം ഫ്ലൂയിഡ് കൂടുതൽ റിട്ടേൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാ വിട്ടത്. അപ്പം ഒരു 2 months ബാക്ക് പുള്ളിക്ക് പെട്ടെന്ന് ഇങ്ങനെ യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ട്, ബൗൾ മൂവ്മെന്റ് ഇല്ല, പിന്നെ നന്നായിട്ട് ഗേറ്റ് ഡിസ്റ്റർബൻസ് ഉണ്ട്, ഒരു വശത്തോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഇപ്പം ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ മറ്റേ വൈക്കത്ത് അവിടെ അഡ്മിറ്റ് ആയപ്പോ നോക്കിയപ്പോഴത്തേക്ക് ലിവറിന്റെ ബിലിറുബിനൊക്കെ കൂടിയിരിക്കുന്നു, INR പിന്നെ കുറച്ച് അതിനും എലിവേഷൻ വന്നിരിക്കുന്നു. അപ്പൊ അഗെയിൻ വി ഹാവ് ആൻ MRI. അപ്പൊ അതിനകത്ത് ഫ്ലൂയിഡ് കൂടുതൽ കളക്ട് ചെയ്തിട്ടില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പൊ വീണ്ടും തിരിച്ച് റെഫറലിന് ഗ്യാസ്ട്രോയും ഹെമറ്റോളജിയും കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റെഫറലിന് വിട്ടിരിക്കുന്നു മാം. അപ്പൊ ഇത് എന്റെ ഒരു ഡൗട്ട്, MRIയിൽ നമുക്ക് ഫ്ലൂയിഡ് കളക്ഷൻ കൂടുതൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ലുംബർ പങ്ക്ചർ ഒക്കെ വേണ്ടി വരുമോ മാം ഇത് ഡ്രെയിൻ ചെയ്തെടുക്കാന്? അല്ല, ഇപ്പൊ ലിവറിന്റെ പ്രോബ്ലം അല്ലേ? ഇപ്പൊ എത്ര വയസ്സായി പേഷ്യന്റിന്? 72. അപ്പൊ നമ്മള് കുറച്ച് സ്ലോ ആയിട്ട് പോകുന്നതാ നല്ലത്. അപ്പൊ ലിവറിന്റെ കാര്യമൊക്കെ ഒന്ന് സെറ്റിൽ ആവട്ടെ. ഇടപെടി നട്ടിലിന്നൊക്കെ നീര് കുത്തിയിട്ട് നടത്താൻ ഇതെല്ലാം ചെയ്താലും നടത്താൻ ഒന്ന് കംപ്ലീറ്റ്ലി ഒന്നും മാറ്റിയെടുക്കാൻ പാടില്ല. കാരണം എന്റെ ഫാദറിന് ഈ NPH ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊരു ഞാനും ലംബാർ പങ്ക്ചർ ഷണ്ട് ഒക്കെ ചെയ്തു. ഇറ്റ് ഈസ് നോട്ട് വെരി ബെനിഫിഷ്യൽ. അപ്പൊ നമ്മളെ ബ്രെയിനിന്റെ കാര്യം അധികം ഒന്ന് ടച്ച് ചെയ്യണ്ട. കാരണം ഇത് വലിയൊരു കമ്പ്യൂട്ടറാണ്. ഈ CSF ഒക്കെ ഫ്ലോ ചെയ്യുന്ന, ഇത് സർക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഞരമ്പൊക്കെ. അപ്പൊ നമ്മൾ അതൊന്നും ഡിസ്റ്റർബ് ചെയ്യണ്ട. മിനിമം സ്ലോ ആയിട്ട് പോകുന്ന ലിവറിന്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കുക, നോർമലായിട്ട് നടക്കുക, പിന്നെ അതൊക്കെ ചെയ്യുക. അത്രയും വലിയ കൂടുതലാണെങ്കിലേ ഉള്ളൂ, കിടപ്പൊക്കെ ആവുകയാണെങ്കിലേ ഒക്കെ ഉള്ളൂ നമുക്ക് ഈ നട്ടിലിൽ നിന്നൊക്കെ. കാരണം അതിനകത്ത് ഇൻഫെക്ഷൻ ഒക്കെ അനാവശ്യമായിട്ട് സൂചിയൊക്കെ കുത്തിയിട്ട് അതിനകത്ത് ഇൻഫെക്ഷൻ വല്ല വന്നു പോയെങ്കിൽ എളുപ്പമല്ലല്ലോ എപ്പോഴും. അതല്ലേ സീരിയസ് ആ.
ഈ ഇത് ലിവറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ഉണ്ടാകാവോ? ഈ ഇല്ല. യൂറിനറി ഇൻകോൺഫിഡൻസ് അങ്ങനെ എന്തെങ്കിലും വരുമോ? ഇല്ല ഇല്ല അങ്ങനെയൊന്നും വരില്ല. ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കൂട്ടം പിന്നെ നെർവ്സ് ഉണ്ടല്ലോ മാം, എനിക്ക് തോന്നുന്നു L4 L5 റീജിയന്റെ അവിടുന്ന് മെസ്സേജസ് ബ്രെയിനിലോട്ട് കൊണ്ടുപോകുന്ന ആ നെർവിന് അത് മടങ്ങുമോ, അവിടെ എങ്ങനെയെങ്കിലും ഒരു ഇംപീച്ച്മെന്റോ എന്തെങ്കിലും വരുവാണെങ്കിലും ഈ ഒരു പ്രോബ്ലം അതിന് വരില്ല. അതിനെന്തോ ഒരു ടേം ആണ്, ഒരു കോഡൽ എന്തോ ഇങ്ങനെ പറഞ്ഞു. ഇക്വൈനാസ്. അതെ. അല്ല, കോഡ ഇക്വൈന എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിന്റെ വേർഡ് മീനിങ് തന്നെ ഈ കോഡ ഇക്വൈന, ഈ ഹോസ്റ്റേൽ എന്ന് പറയും. ഇക്വൈന മീൻസ് ഹോസ്റ്റേൽ. അപ്പൊ താഴത്തെ ഞരമ്പ്, നമ്മുടെ സ്പൈൻ കോഡിന്റെ ഏറ്റവും താഴത്തെ ഞരമ്പ് L1 to S5 ഇങ്ങനെ ഒരു ചൂല് പോലെ ആയിരിക്കും, ഒരു കുതിരയുടെ വാല് പോലെ ആയിരിക്കും. അപ്പൊ അതിലാ L4 L5 ഞരമ്പ് വന്നാൽ താഴോട്ടായി ഞരമ്പ് പോകുന്നത്, കാലിലോട്ടാ പോകുന്നത്, അത് ബ്രെയിനിലോട്ട് പോകത്തില്ല. അപ്പൊ ബ്രെയിനും അതും ആയിട്ട് കണക്റ്റഡ് അല്ല. ഈ കോഡ ഇക്വൈന ഡിസ്കിന്റെ ഉള്ളത് ബ്രെയിനായിട്ട് കണക്റ്റഡ് അല്ല. അല്ല മാം, ഈ പിന്നെ യൂറിനറി ഇൻകോണ്ടിനൻസും ഗേറ്റ് ഡിസ്റ്റർബൻസും ഒക്കെ ഉണ്ടാകാം. അത് ഗേറ്റ് ഡിസ്റ്റർബൻസ്, യൂറിനറി ഇൻകോണ്ടിനൻസ് യൂഷ്വലി NPH-ന്റെ 3 ഡയഗ്നോസിസിൽ അതല്ല ഒന്ന്. പക്ഷെ ഈ കോഡ ഇക്വൈന ഒരു സൈഡ് വന്നാല് ബ്ലാഡറിനെ അഫക്ട് ചെയ്യത്തില്ല. രണ്ട് സൈഡും L5 S1 എസ്പെഷ്യലി S2 S3 S4 ഈ ബ്ലാഡറിനെ അഫക്ട് ചെയ്യും. കോഡ കോണസ് സിൻഡ്രോം അതൊരു വളരെ ഡിസ്കും കൊണ്ട് അങ്ങനെ വരത്തില്ല, ഒരു സൈഡ് ഡിസ്കും കൊണ്ട് അങ്ങനെ വരത്തില്ല. യൂഷ്വലി രണ്ട് സൈഡിലും ഡിസ്ക് വരണം, ഒരു സീരിയസ് പ്രോബ്ലമാണ്. അത് ഡോക്ടർ പറയും. എന്തായാലും NPH ഇതുമായിട്ട് കണക്റ്റഡ് അല്ല. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. ഇറ്റ് വാസ് എ വെരി നൈസ് സെഷൻ മാം. താങ്ക് യു. നൈസ്. നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കും ഇൻട്രസ്റ്റ് കൂടുന്നുണ്ട്. ശരി, shall I go? ഫാത്തിമ എല്ലാരും പോയെന്ന് തോന്നുന്നു. Dr. Lally, thank you very much. Thank you very much for the session. I think we can exit. Thank you very much. Thank you. Bye. Thank you so much, ma'am. Thank you for the opportunity. I really enjoyed my session. Thank you. Thank you, ma'am. Bye. Thank you. Thank you. Thank you, ma'am. Bye.